വർഷങ്ങളായി തെറ്റാതെ, സമയം തെറ്റാതെ നടക്കുന്ന ഈ അത്ഭുത യജ്ഞം, യാഗവും യജ്ഞവും രണ്ടാണ് എന്നാണ് സജ്ജനങ്ങൾ, പണ്ഡിതന്മാർ പറയാറുള്ളത്. യാഗം സ്വന്തം അഭ്യുന്നതിക്കും ശ്രേയസ്സിനും ഉദ്ദേശിച്ചാണ് യാഗങ്ങൾ പലതും നടത്താറുള്ളത്. എങ്കിൽ യജ്ഞം അങ്ങനെയല്ല. യജ്ഞം ലോകത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ്. അഗ്നിഷ്ടോമേന സ്വർഗകാമോ യജേത. പുത്രനുണ്ടാവാൻ പുത്രകാമേഷ്ടിയാഗം നടത്തുന്നു. അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനാണ് യാഗം നടത്താറുള്ളത്. യാഗം ലോകത്തിൻ്റെ നന്മയ്ക്കും നടത്താം. പക്ഷെ യജ്ഞം ഒരിക്കലും സ്വാർത്ഥപൂരണത്തിനല്ല. അതാണ് വ്യത്യാസം. ഇവിടെ തുടർച്ചയായി വർഷം തോറും നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീമദ് ഭാഗവത തത്വ സമീക്ഷ സത്ര യജ്ഞം, യജ്ഞമാണ് ഇത്. അതും ചിട്ടയായി ഭംഗിയായി. ഇന്നിപ്പോൾ ധാരാളം ഭാഗവത സത്രങ്ങൾ നടക്കുന്ന കാലമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിൽ അധർമ്മം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. അപ്പൊ അതിനെ ഒന്ന് ഈക്വലൈസ് ചെയ്യാൻ ഇതുപോലുള്ള യജ്ഞങ്ങൾ നടന്നേ തീരൂ. ധർമ്മത്തെ നിലനിർത്താൻ ആണ് ഈ യജ്ഞങ്ങളൊക്കെ. ഈശ്വരന്റെ പ്രേരണ കൊണ്ടാണ് സജ്ജനങ്ങൾക്ക് നടത്തണം എന്നുള്ള തോന്നല് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ തൻ്റെ പ്രായത്തിൻ്റെ ശതാഭിഷേകത്തിൻ്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംപൂജ്യ സ്വാമികള്, ഭൂമാനന്ദ സ്വാമി മഹാരാജ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിനല്ലല്ലോ, ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ നാട്ടുകാർ ഭാഗ്യം ചെയ്തവരാ. ഇവിടെ അല്ലേ വർഷം തോറും ഇത് നടക്കുന്നത്, ഈ നൈമിഷാരണ്യത്തിൽ, ഈ വടക്കാഞ്ചേരി, ഈ ഗ്രാമപ്രദേശത്ത്. അപ്പൊ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം ആലോചിച്ചു നോക്കൂ. ഞാൻ എൻ്റെ ഭാഗ്യം ആലോചിക്കാറുണ്ട്. ഇതുപോലെ നിറഞ്ഞ സദസ്സുകളിൽ ഈശ്വരനെ പറ്റി പറയുവാനും ഈശ്വരന്റെ ചിന്തകൾ ഉണർത്തുവാനും കേൾക്കുന്നവരുടെ മനസ്സിൽ ആനന്ദത്തിന്റെ വേലിയേറ്റത്തെ വർദ്ധിപ്പിക്കുവാനും ഇതിനൊക്കെയുള്ളൊരു മഹാഭാഗ്യം എനിക്ക് തന്നില്ലേ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇതുപോലെ എല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഈശ്വരൻ നമുക്ക് ഒരുപാട് വാരിക്കോരി പിശുക്കില്ലാതെ തന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ, ഈ ലോകത്തിൽ ജനിച്ചവർക്കൊക്കെ ഭഗവാൻ പിശുക്കില്ലാതെ തന്നിട്ടുള്ളത്. പക്ഷെ അത് ഓർക്കുന്ന മനുഷ്യരെത്രണ്ട്? വളരെ ദുർലഭല്ലേ. പരമഹംസ യോഗാനന്ദൻ എന്ന മഹാത്മാവ് പറയുന്നു, ഈശ്വരൻ ഒന്നിന്റെ ആവശ്യമില്ല, ഒന്നും വേണ്ട ഈശ്വരന്. ഈശ്വരൻ സമ്പൂർണനാണ്, സംതൃപ്തനാണ്. ഈശ്വരന് കിട്ടേണ്ടതൊന്നുമില്ല, ഈശ്വരന് കിട്ടാത്തതൊന്നുമില്ല. ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് കിട്ടാത്തതൊന്നുമില്ല. നാനവാപ്തം അവാപ്തവ്യം. എനിക്ക് അനവാപ്തം ഇല്ല, അവാപ്തവ്യവും ഇല്ല. കിട്ടാത്തതില്ല, കിട്ടേണ്ടതുമില്ല. എന്നിട്ടും ഞാൻ എന്തിനു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, യദി ഹ്യഹം നവർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ വർത്തമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശഃ. ഞാൻ
ഒന്നും ചെയ്യാതിരുന്നാൽ എന്നെ അനുകരിച്ച് ലോകം മുഴുവൻ മടിയന്മാരാവും. നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ ചുറുചുറുക്കോടുകൂടി, വളരെ പ്രസരിപ്പോടുകൂടി അരനിമിഷം ഭഗവാൻ വെറുതെ ഇരുന്നിട്ടില്ലല്ലോ. ശ്രീകൃഷ്ണന്റെ കഥകൾ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇന്ന് വളരെ പുണ്യം നിറഞ്ഞൊരു ദിവസമാണ്. ശിവഭക്തന്മാർക്ക് ഇന്ന് പ്രദോഷാണ്. വിഷ്ണുഭക്തന്മാർക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഇന്ന്. ധനുമാസത്തിലെ 30 ബുധനാഴ്ചയാണ്. ഈ ദിവസമാണ് കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാൻ അവല് കൊണ്ടുപോയി കൊടുത്തത്. ഇതിവിടെ ശ്രീമദ് ഭാഗവത തത്വങ്ങളെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ യജ്ഞം നടത്തുന്നത്. അപ്പൊ ഇന്ന് കുചേലൻ കൃഷ്ണന് അവല് കൊടുത്ത ദിവസമാണ്. ഞാനിങ്ങോട്ട് വരുമ്പോ എന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ കേട്ടു. കണ്ടമംഗലം ശ്രീകുമാരൻ നമ്പൂതിരിയുടെ മകൻ എന്ന്. എൻ്റെ ഒരു വലിയ ഭാഗ്യമാണത്. കാരണം ഇന്നിപ്പോ ഒത്തുവന്നു. കുചേല ദിനവും കൂടിയാണിത്. കുചേലൻ അവല് കൊടുത്ത ദിവസമാണ്. എനിക്ക് ജന്മം തന്ന, എനിക്ക് ഗായത്രി ഉപദേശിച്ച, ഭാഗവതം ഉപദേശിച്ച എൻ്റെ അഭിവന്ദ്യ പിതാവ് ഒരു കുചേലനെ പോലെയായിരുന്നു. ഗുരുവായൂരായിരുന്നു എൻ്റെ ബാല്യകാലത്ത് താമസിച്ചിരുന്നത്. കുടുംബകാര്യങ്ങളൊന്നും അച്ഛൻ നോക്കാറില്ല. കുചേലനും അങ്ങനെയായിരുന്നല്ലോ. കുചേലന് ഭക്ഷണത്തിനെ പറ്റി ചിന്തല്ല, വസ്ത്രത്തെ പറ്റി ചിന്തല്ല. എൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ ഏതെങ്കിലും അർഹത ഉള്ളവരെ കണ്ടാൽ കൂട്ടിക്കൊണ്ടുവരും, ചായ കുടിക്കാൻ കൂട്ടിക്കൊണ്ടുവരും. അവർക്ക് വയറ് നിറച്ച് ചായയും ഇഡ്ഡലിയും ധാരാളം കൊടുക്കും. നാളേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ അരി ഉണ്ടോന്ന് അച്ഛൻ അന്വേഷിക്കാറില്ല. അമ്മയുടെ കഴുത്തിലുള്ള മാല കൊണ്ടുപോയി വിറ്റിട്ട് അരി ഉഴുന്നുമൊക്കെ വാങ്ങി ഇഡ്ഡലി ഉണ്ടാക്കി ധാരാളം പേർക്ക് കൊടുത്തിട്ടുണ്ട്. മക്കളായിട്ടുള്ള ഞങ്ങൾക്കും തന്നിട്ടുണ്ട്. ഞങ്ങളെ പട്ടിണിക്കൊന്നും ഇട്ടിട്ടില്ല. വെളുപ്പാങ്കാലത്ത് 2 മണി കഴിഞ്ഞ് എഴുന്നേൽക്കും. 3 മണിയുടെ മുമ്പ് കുളിച്ച് അമ്പലത്തിലെത്തും. അന്നൊന്നും ഗുരുവായൂർ ഇത്ര തിരക്കൊന്നുമില്ല. എൻ്റെ കുട്ടിക്കാലത്ത്, എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഒരു 50 കൊല്ലത്തിന്റെ മുമ്പത്തെ കഥയാണ് പറയുന്നത്. അന്ന് ധാരാളം ഓലമേഞ്ഞ വീടുകൾ ഉണ്ടായിരുന്നു ഗുരുവായൂർ. ഞാനൊക്കെ ഒരു 8-10 കൊല്ലം താമസിച്ചത് ഒരു ഓലമേഞ്ഞ വീട്ടിലാണ്. ഇന്നിപ്പോ ഓലമേഞ്ഞ വീടുകൾ തന്നെ ഇല്ല. 3 മണിക്ക് അമ്പലത്തിലെത്തിയാൽ 6 മണി വരെ ഭാഗവതം കൊണ്ടുള്ള ഉപാസനയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ചിലപ്പോ പലപ്പോഴും കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരും അച്ഛനും കൂടി അമ്മ ഭക്ഷണം ഇഡ്ഡലിയും മിക്കവാറും ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയും ചായയും കാപ്പിയും ഒക്കെ ഉണ്ടാവും. ചിലപ്പോ കാപ്പിക്കും ചായക്കും പാലുണ്ടായില്ല എന്ന് വരും. എന്നാലും മധുരം ഉണ്ടാവും. മധുരമാണല്ലോ വേണ്ടത്. പാല് ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. അത് വരുന്നവർക്കും കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ അന്ന് ഇത്ര ബഹളമൊന്നുമില്ല, തിരക്കൊന്നുമില്ല. ശിവേലി കഴിഞ്ഞാൽ ഊട്ടുപുരയിലിരുന്ന് ഭാഗവതം ഓരോ ശ്ലോകം എടുത്ത് അതിനെ വിസ്തരിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് വായിക്കും. അനവധി കൊല്ലം വായിച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛൻ്റെ ജീവിതകാലത്ത് അച്ഛനത് മുഴുവനാക്കാൻ സാധിച്ചിട്ടില്ല. ബാണയുദ്ധമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അച്ഛന് 70 വയസ്സായി. ഇന്ന് ആ കേട്ടതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മയുണ്ട്. ഇന്ന് കുചേലന്റെ ദിവസമാണ്. കുചേലൻ അവല് കൊടുത്ത ദിവസമാണ്. കൃഷ്ണന്റെ കഥകളൊക്കെ വെറും കഥകളല്ല, അമൃത കഥകളാണ് കൃഷ്ണന്റെ കഥകൾ.
ലൗകികമൊക്കെ മൃതകഥകളാണ്. അതാ വ്യത്യാസം. ശ്രീകൃഷ്ണന് മഹാഭക്തനായിരുന്നുവല്ലോ കുചേലൻ. തൻ്റെ ശരീരത്തെപ്പറ്റി ഓർമ്മയില്ല, തൻ്റെ ഭാര്യയെപ്പറ്റി ഓർമ്മയില്ല, കുടുംബത്തിനെ പറ്റി ഓർമ്മയില്ല, ഭക്ഷണത്തെപ്പറ്റി ഓർമ്മയില്ല. സദാ കൃഷ്ണനാമം, സദാ ഈശ്വര വിചാരം. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോയെന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. അദ്ദേഹത്തിന്റെ പത്നി കൊടുത്തത് അവിലാണ്. അവിലിന്റെ പ്രത്യേകത എന്താ? അവിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അത് നെല്ല് വേവിച്ച് അത് കുത്തി ഇടിച്ച് അതിൻ്റെ ഊമി കളഞ്ഞ് അതങ്ങ് പരത്തി, ഫ്ലാറ്റൻഡ് റൈസ് എന്നല്ലേ പറയുക, പരത്തിയ അരി ഇംഗ്ലീഷിൽ പറയുമ്പോഴേ. അവല്, നെല്ല് എന്ന് പറഞ്ഞാൽ എന്താ? ഫലം. എന്ത് ഫലം? കർമ്മഫലം. അത് വയലിൽ കൊണ്ടുപോയി വിതച്ചാൽ 100 മേനി, നല്ല വിളവൊക്കെ തരാണെങ്കിൽ 100 മേനി 200 മേനിയൊക്കെ കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മഫലം നാം ഓരോ സ്വാർത്ഥ താല്പര്യങ്ങളോടുകൂടി ലൗകിക വിഷയത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് 100 200 ജന്മങ്ങൾക്കുള്ള കർമ്മം ഒരു ജന്മം ഉണ്ടാക്കും. നേരെ മറിച്ച് അതിനങ്ങ് വേവിച്ച് കുത്തി ഇടിച്ച് അതിൻ്റെ തോട് കളഞ്ഞ് അവിലാക്കിയാലോ? അതായത് വേവിച്ച് കുത്തിയിടിച്ച് തോല് കളയുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഈ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും സ്വാർത്ഥപരമല്ലാതെ ഒക്കെ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യാം. അപ്പൊ ആ കർമ്മം തന്നെ നമുക്ക് ബന്ധനങ്ങളാകേണ്ടതായിട്ടുള്ള ആ കർമ്മം തന്നെ നമുക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നു. എങ്ങനെ വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ? കുചേലൻ അവില് കൊടുത്തതുപോലെ. അപ്പൊ ആ കർമ്മം നമുക്ക് ബന്ധനത്തിന് കാരണമാവില്ല, അത് നമുക്ക് മോചനത്തിന് കാരണമായി വരും. കർമ്മം ചെയ്യാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. അരനിമിഷം പോലും. ഞാനൊന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ തന്നെ അനങ്ങാതെ മിണ്ടാതെ ഒരു ഭാഗത്ത് ഇരുന്നാലും നമ്മുടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ചിന്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കാട്ടിൽ പോയി ഇരുന്നിട്ടും കാര്യമില്ല, കണ്ണടച്ചിട്ടും കാര്യമില്ല, കർമ്മം നടന്നുകൊണ്ടേയിരിക്കും. അത് ഒളിച്ചോടിയിട്ട് കാര്യമില്ല, അത് ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഇന്നത്തെ ഈ പ്രത്യേക ദിവസം നമുക്ക് ആ ഭക്തനായ കുചേലനെ നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കാം. ഈ നൈമിഷാരണ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാഗവത സത്രത്തിൽ ഇതിൻ്റെ അധ്യക്ഷസ്ഥാനത്ത് വിരാജിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ. ശ്രീ ഗുരുവായൂരപ്പനെ നമുക്ക് നമസ്കരിക്കാം. ആ ഗുരുവായൂരപ്പൻ്റെ ഒരു അവതാരമാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തിരക്കടൊന്നുമില്ല. അല്ലെങ്കിൽ കൃഷ്ണന്റെ ഒരു അവതാരമാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാലും തിരക്കടില്ല. ഭട്ടതിരിപ്പാട് അങ്ങനെയാ പറഞ്ഞത്, തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഈ തത്താവൽ എന്ന് ധാരാളം കാണാം. സാക്ഷാത്തായിട്ട് ശോഭിക്കുന്നു ഗുരുപവനപുരേ, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ. സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം. പുണ്യം ചെയ്തവരുടെ കണ്ണിന് ആനന്ദം പകർന്നുകൊണ്ട്, എല്ലാവർക്കും ഒരുപോലല്ല അനുഭവം, പുണ്യം വരുമ്പോഴേ അറിയുള്ളൂ. ആ ഭഗവാന്റെ ഇന്നലെ നാം കൃഷ്ണാവതാരം കൊണ്ടാടി. ഇന്ന് ഭഗവാന്റെ അത്ഭുത ലീലകൾ, വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ പോകുന്നത് വരെയുള്ള ലീലകളാണ് ഇവിടെ പറയാനുള്ളൊരു നിർദ്ദേശം കിട്ടിയത്. മുഴുവനൊന്നും പറയാൻ ആർക്കും സാധിക്കില്ല. ഉള്ള സമയം ഭഗവാനെ ഓർക്കുക. ഗോപികമാരാണ് ശ്രീകൃഷ്ണനെ
ലാളിക്കാൻ ഭാഗ്യം കിട്ടിയവര്. അന്ന് ഭഗവാന് പേരൊന്നുമില്ല, പ്രസിദ്ധിയില്ല, ഭഗവാനെ ആരും അറിയില്ല. അന്ന് ആ കാലത്ത് ഭഗവാൻ തെരഞ്ഞെടുത്തത് എടയക്കുടിലിൽ ജീവിക്കാനാണ്. അവര് പരിഷ്കൃത ലോകം കണ്ട പരിഹസിക്കും ഇടയ സ്ത്രീകളെ. അടുത്ത ദിവസം ഇതുപോലെ ഒരു ഇടയ സ്ത്രീയുടെ വേഷത്തിൽ വന്നൊരു മഹതിയെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടുള്ളൂ. പത്രത്തിലൊക്കെ വന്ന ഒരു വാർത്തയാണ് അല്ലേ? വേഷത്തെയാണ് പരിഷ്കൃത ലോകം ബഹുമാനിക്കുന്നത്. കല്ലുമാലയും സാധാരണ സ്ത്രീകളുടെ വേഷമൊക്കെ ധരിച്ചപ്പോൾ ആ വേഷത്തിനെ അധിക്ഷേപിച്ചു. നേരെ മറിച്ച് കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടാണെങ്കിൽ അവ ബഹുമാനിക്കും. പരിഷ്കൃത ലോകത്തിന്റെ സ്വഭാവമാണ് ഇത്. പക്ഷേ ഈശ്വരൻ അങ്ങനെയുള്ളവരുടെ കൂടെയാണ്. ഈശ്വരൻ എന്നും ദയാനിധിയാണ്, കാരുണ്യവാരിധിയാണ്, സാധുക്കളുടെ കൂടെയാണ്, ആശ്രിതവത്സരനാണ്, അനാഥനാഥനാണ്, ദരിദ്രബന്ധുവാണ്, ദീനബന്ധുവാണ്. സമ്പന്ന ബന്ധു എന്ന് ഭഗവാന് പേരില്ല, ദീനബന്ധു എന്നാ പേര്. സമ്പദ് ബാന്ധവൻ എന്ന് പറയാറില്ല, ആപദ് ബാന്ധവനാണ് ഭഗവാൻ. സൗന്ദര്യമുള്ളവന്റെ പിന്നാലല്ല ഭഗവാൻ പോവാറുള്ളത്, മനസ്സിന് സൗന്ദര്യമുള്ളവരുടെ പിന്നാലെയാണ്. മധുരയിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു ഭഗവാൻ വന്നപ്പോ ഭഗവാനെ സ്വീകരിക്കാൻ. പക്ഷെ ഭഗവാൻ അങ്ങോട്ട് ചെന്ന് സ്വീകരിച്ചത് ആരെയാ? ഒരു 3 വളവുള്ളൊരു പെണ്ണിന്. അവളെ കണ്ട എല്ലാവരും വളവിന്നാ വിളിക്കുക, മൂവളവിന്ന് വിളിച്ച് പരിഹസിക്കുന്ന അവളെയാണ് ഭഗവാൻ അങ്ങോട്ട് ചെന്നിട്ട് സുന്ദരീന്ന് വിളിച്ചത്. ആ കഥയൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കേൾക്കാം. ഭഗവാന്റെ കഥകളൊക്കെ ഇങ്ങനെ. അപ്പോ ആ ഭഗവാനെ അവതരിച്ചതായിട്ടുള്ള ഭഗവാനെ കാണാനുള്ള ഭാഗ്യം വസുദേവർക്കും യശോദയ്ക്കും ഉണ്ടായി. ഭഗവാൻ അവതരിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ മുതൽക്ക് വസുദേവർക്കും ദേവകിക്കും എന്താണ്ടായത്? അവർക്ക് കോടിക്കണക്കിന് സമ്പാദ്യം ഉണ്ടായോ? ദേവകിയെ വെട്ടാൻ വാളെടുത്തിട്ട് വന്നു. എന്താന്നല്ലേ? ഈശ്വരന്റെ അമ്മയാവാൻ പോകുന്നു. നോക്കണം, എളുപ്പമൊന്നുമല്ല ഈശ്വരനെ കിട്ടുക എന്ന് പറഞ്ഞാൽ. ഈശ്വരന്റെ അച്ഛനാവാൻ പോകുന്നു. എത്ര ദുഃഖ അവരനുഭവിച്ചത് ദേവകിയും വസുദേവരും. അവരുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് 6 കുട്ടികളെ ദുഷ്ടനായിട്ടുള്ള കംസൻ കാലിന് പിടിച്ച് കല്ലിലടിച്ചു കൊന്നത്. എന്നിട്ട് അവരുടെ ഒന്ന് ആലോചിച്ചു നോക്കണം, ജനിച്ച ഉടനുള്ള ആ കുട്ടികള്, അവരുടെ ആ മാർദ്ദവമേറിയ ശരീരം, അതിൽ വെണ്ണയേക്കാൾ മൃദുവായിട്ടുള്ള അവരുടെ ശരീരഭാഗങ്ങൾ, ആ തല പൊട്ടിയിട്ട് ആ തലച്ചോറ് അടക്കം എല്ലും ഒക്കെ കലങ്ങി രക്തവും ഒക്കെ ആയിട്ട് ഈ ദേവകീ വസുദേവന്മാരെ കെട്ടിയ കാരാഗൃഹത്തിന്റെ ചെറിയ കിളിവാതിലിന്റെ ഉള്ളിലൂടെ അവർ കാണണ്ടെന്ന് വിചാരിച്ചാലും ഈ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ദേവകീ വസുദേവന്മാരുടെ ശരീരത്തിൽ വന്ന് വീഴും. ആ അച്ഛനമ്മമാരനുഭവിച്ച ഒരു ദുഃഖം ഭൗതികാർത്ഥത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര ദുഃഖം ലോകത്തിൽ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഈശ്വരന്റെ അച്ഛനും അമ്മയും ശ്രീകൃഷ്ണന്റെ അച്ഛനും അമ്മയും അനുഭവിച്ച ദുഃഖം കൃഷ്ണൻ എന്തെങ്കിലും സുഖിച്ചിട്ടുണ്ടോ? ജനിച്ചത് ജയിലറയില്,
ലൗകികാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ നിവൃത്തില്ലാത്തതുകൊണ്ടല്ലേ അവിടുന്ന് ഓടിപ്പോയത്. മഹാശക്തനായിട്ടുള്ള കംസനിൽ നിന്ന് ഒളിച്ചു താമസിച്ചു. ആരാ? മഹാപ്രഭു, ലോകനാഥൻ, ഈശ്വരൻ, സൃഷ്ടികർത്താവ്, എന്തും ചെയ്യാൻ കഴിവുള്ളവൻ. ആ ഭഗവാൻ കൃഷ്ണൻ ജയിലറയിൽ ജനിച്ചു. എന്നിട്ട് ഇടയന്മാരുടെ കൂടെ വളർന്നു. അങ്ങനെയല്ലേ ഉണ്ടായത്? പാലും വെണ്ണയും വിറ്റ് നടക്കുന്നവര്, സ്ഥിരമായിട്ട് വീടില്ലാത്തവര്, അവർക്ക് സ്ഥിരമായിട്ട് വീടൊന്നുമില്ല. അവരുടെ ധനം എന്ന് പറഞ്ഞ പശുക്കളാണ്. ആ പശുക്കളെയും കൊണ്ട് അവര് എവിടെയാണോ പശുക്കൾക്ക് പുല്ലും വെള്ളവും കിട്ടുക അവിടെ കൂടാരം കെട്ടിയിട്ട് താമസിക്കും. അങ്ങനെ ഊരു ചുറ്റി നടക്കുന്ന കൂട്ടര്. അവരുടെ നേതാവ് നന്ദഗോപര്, അവരുടെ റാണി യശോദ. അവർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല. അവരൊരു സ്കൂളിലും കോളേജിലും പള്ളിക്കൂടത്തിലും ഒന്നും പോയിട്ടില്ല. അവരൊരു ഡിഗ്രിയും സമ്പാദിച്ചിട്ടില്ല. അവർക്ക് സമൂഹത്തിൽ വലിയ മാന്യസ്ഥാനമൊന്നുമില്ല. പാലും വെണ്ണയും വിറ്റ് നടക്കല അവരുടെ ജോലി. ആദിവാസികൾ, അങ്ങനെയല്ലേ അവരെ പറയേണ്ടത്? അപരിഷ്കൃതർ. ഭക്ഷണത്തിന്റെ യാതൊരു പരിഷ്കാരങ്ങളും ഏശാത്തവർ. പക്ഷേ സംസ്കാര സമ്പന്നർ. അവിടെയാണ് അവരുടെ മഹത്വം. അതുകൊണ്ടാണ് കൃഷ്ണൻ അവരുടെ കൂടെ പോയി താമസിച്ചത്. വസുദേവര് ബാലനെ അവിടെ കിടത്തി പെൺകുട്ടിയെ എടുത്ത് ഇങ്ങോട്ട് വന്നു. സാധാരണ സപ്താഹത്തിന് പറയുന്നത് പോലെ അല്ല ഞാൻ പറയുന്നത്. കാരണം ഇത് കുറച്ച് വ്യത്യസ്തമായിരിക്കണമല്ലോ സത്രത്തിന് പറയുന്നത്. കൊണ്ടുവന്ന് ദേവകിയുടെ കയ്യിലേക്ക് കൊടുത്തു. അതോടുകൂടി ദേവകിയുടെയും വസുദേവരുടെയും കൈകാലുകളിൽ ചങ്ങലകൾ വന്ന് പെട്ടുകഴിഞ്ഞു. പൂട്ടുകൾ താനെ പൂടി, വാതിലുകൾ താനെ അടഞ്ഞു. ഭഗവാൻ അവതരിച്ച സമയത്ത്, ഇതൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഭഗവാൻ അവതരിച്ച സമയത്ത് അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കംസന്റെ ഭൃത്യന്മാര്. അവരറിഞ്ഞില്ല. അവര് ഉറങ്ങാതെ നിൽക്കുകയായിരുന്നു. കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കുകയായിരുന്നു. കണ്ണടച്ചില്ല അവര്. കണ്ണ് തുറന്നു, പക്ഷെ അവർ കണ്ടില്ല. കണ്ണുകൊണ്ട് കാണേണ്ടത് അവര് കണ്ടില്ല. തുറന്ന കണ്ണിലൂടെ ആവശ്യമില്ലാത്തത് അവർ കണ്ടു. അവര് കണ്ടത് ദുസ്വപ്നങ്ങളായിരുന്നു. കണ്ണു തുറന്നുകൊണ്ട് നിന്നുകൊണ്ട് ഉറങ്ങാതെ അവര് ദുസ്വപ്നങ്ങൾ കാണുകയായിരുന്നു. ഭയന്ന് നിലവിളിക്കുകയായിരുന്നു അവര്, കംസന്റെ ഭൃത്യന്മാര്. തൊട്ടടുത്ത് തലയൊന്ന് തിരിച്ചാൽ, ഇപ്പൊ ഞാനിങ്ങനെ തല തിരിച്ചാൽ ഈ ഭഗവാന്റെ വിഗ്രഹം കാണുന്നത് പോലെ ഇങ്ങനെ ഒന്ന് തല തിരിച്ചാൽ അവർക്ക് കൃഷ്ണാവതാരം കാണാമായിരുന്നു. അവർക്ക് ഭഗവാൻ വിഷ്ണുവിന്റെ രൂപം കാണാമായിരുന്നു. ആകാശത്തിൽ നിന്ന് ബ്രഹ്മാദി ദേവന്മാര് പുഷ്പവൃഷ്ടി ചെയ്യുന്നത് അവർക്ക് കാണാമായിരുന്നു. ഗന്ധർവന്മാരുടെ സംഗീത ധ്വനി അവർക്ക് ആസ്വദിക്കാമായിരുന്നു. മഹർഷിമാരും ദേവന്മാരും ചൊരിയുന്നതായിട്ടുള്ള പുഷ്പത്തിന്റെ സുഗന്ധം അവരറിഞ്ഞില്ല. കാരണം എന്താ? അത് ഭാഗ്യമുള്ളവർക്കേ കിട്ടൂ. അടുത്ത് വന്നതുകൊണ്ട് ഈശ്വരനെ അറിഞ്ഞോളണം എന്നില്ല. അവിടുന്ന് ഘോഷയാത്രയായിട്ടാ പോയത്. ഇന്നലെ നമ്മൾ ആഘോഷിച്ചില്ലേ ആ ശ്രീകൃഷ്ണനെ വസുദേവര് കൊണ്ടുവന്നതായിട്ടുള്ള ഘോഷയാത്ര. നിങ്ങളൊക്കെ അതിൽ പങ്കെടുത്തു.
ആ ഘോഷയാത്ര ഇവര് കണ്ടില്ല. ലോകത്തിൽ ഇന്നേ വരെ നടക്കാത്ത ഒരു അത്ഭുതം. 1000 തലയുള്ള അനന്തൻ തന്റെ ഒരു കൊച്ചു രൂപത്തോടുകൂടി ഈ കൊച്ചു മഹാവിഷ്ണുവിനെ അനുഗമിച്ചു. അവർ കണ്ടില്ല. പിന്നെ സാക്ഷാൽ മായാഭഗവതിയെ കൊണ്ടുവരുമ്പോ ഈ ആദിശേഷൻ തന്നെ അതുപോലെ കൊട പിടിച്ചു. അവർ കണ്ടില്ല. മഹർഷിമാര് വേദമന്ത്രധ്വനി മുഴക്കി, അവർ കേട്ടില്ല. ഒരു മഹാ അത്യത്ഭുതം ഉണ്ടായി. പക്ഷെ ഈ കംസന്റെ ഭൃത്യന്മാരറിഞ്ഞില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ അവർക്കതിനുള്ള പുണ്യമില്ല. പുണ്യമുള്ളവർക്ക് ഈശ്വരനെ കിട്ടൂ. ഈശ്വരൻ അടുത്തുണ്ടായതുകൊണ്ട് കാര്യമില്ല, ഈശ്വരനെ കാണാൻ സാധിച്ചിട്ടും കാര്യമില്ല. ഈശ്വരനെയും ഈശ്വര ഭക്തന്മാരെയും കാണാനുള്ള ഭാഗ്യമല്ല വേണ്ടത്, അറിയാനുള്ള ഭാഗ്യം വേണം. അത് ഭാഗ്യം വേണമെങ്കിൽ പുണ്യം ഉണ്ടാവണം. ഈ മഹാപാപികൾക്ക് അതിനൊന്നും സാധിച്ചില്ല. ഇപ്പോ ഈ ബാലിക വന്നു ചേർന്നതും ദേവകിയുടെ വസുദേവന്മാരുടെയും കൈകാലുകളിലൊക്കെ ചങ്ങല വീണതും അതോടുകൂടി ഈ ബാലിക ഉറക്കെ കരയാൻ തുടങ്ങിയതും ഇപ്പൊ അവർക്ക് ബാഹ്യലൗകിക ബോധം ഉണ്ടായി. ഞാൻ മുമ്പേ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഓടിച്ചെന്നു കംസനോട് പറയാൻ. പ്രസ്ഖലൻ മുക്തമൂർധജ. കംസനോടുന്ന് ഭയപ്പെട്ടുകൊണ്ടാ കിടന്നിരുന്നത്. കംസനും പലതരത്തിലുള്ള ദുസ്വപ്നങ്ങളും കണ്ടുകൊണ്ടാ കിടന്നിരുന്നത്. ദേവകി പ്രസവിച്ചു എന്നങ്ങ് കേട്ടതും കംസൻ എഴുന്നേറ്റു, കിരീടെടുത്ത് തലയിൽ വെച്ചു, വാളൂരി. ഇതുവരെ ദേവകി പ്രസവിച്ചു എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ കംസൻ വാളൂരിട്ടല്ല പോവാറ്, താക്കോലെടുത്തിട്ടാ പോവുക. വാളൂരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, തല്ലിക്കൊല്ലാനുള്ളതല്ലേ. പക്ഷെ ഇതങ്ങനല്ല, ഇത് എട്ടാമത്തെ ആണോ എന്നറിയില്ല. 6 തല്ലിക്കൊന്നു, 7 പോയി. അപ്പൊ ഈ വരുന്നത് 7 എങ്ങനെയാണെന്നറിയാതെ പോയതുകൊണ്ട് ഇത് 8 ആവാം. ഇനി അതല്ല, ദേവന്മാരുടെ കണക്ക് കൂട്ടലനുസരിച്ച് ആദ്യത്തെ 6 കഴിഞ്ഞ് പിന്നൊരു 3/4, 6:45 കഴിഞ്ഞ് ഇത് വരുന്നത് 7:45 ഇത് 8 ആവുമോന്ന് അറിയില്ല. ഇനി അടുത്ത് വരുന്നതാണോ 8, ഇനി വരാൻ പോകുന്നുണ്ടോ, ആകെ സംശയം കംസന്. ഏതായാലും ഇത് സാധാരണയല്ല. അതുകൊണ്ട് കണ്ടാൽ ഉടനെ വെട്ടിക്കൊല്ലണം. അതുകൊണ്ടാണ് വാളെടുത്ത് പുറപ്പെട്ടത്. തന്റെ മാളികയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോ കംസന് കാല് തെറ്റി. അടി തെറ്റി ആന വീഴും എന്നല്ലേ പറയാറ്. പിന്നെ കംസൻ വീണതിൽ അത്ഭുതമുണ്ടോ? വളരെ വേഗം താഴത്തെത്തി, ഉരുണ്ട് പെരണ്ട് താഴത്തെത്തി. തലയിൽ നിന്നുള്ള കിരീടമൊക്കെ തെറിച്ചു പോയി. ഇനി അത് തലയിൽ വെക്കാനുള്ള അധികം കാലൊന്നും ഭാഗ്യമില്ല എന്നാണോ അത് നിമിത്തം കാണിക്കുന്നത് എന്നറിയില്ല. അപ്പൊ കയ്യിൽ ഈ മൂർച്ചുള്ള വാള, ആ വാള് ശരീരത്തിൽ എവിടെയൊക്കെ കൊണ്ടു, അവിടെയൊക്കെ മുറിഞ്ഞു, ചോര ഒഴുകുന്നുണ്ട്. വേദന സഹിക്കാൻ വയ്യാതെ കംസൻ വാള് വലിച്ചെറിഞ്ഞു. ഇല്ലെങ്കിൽ തന്റെ ശരീരം മുറിയ. ഉരുണ്ട് വരണ്ട് താഴത്തെത്തിയപ്പോ വാളെടുക്കാനുള്ള സമയമൊന്നുമില്ല. കാരണം അവിടെ കിടന്ന് അലറുക, തന്റെ മരണമാണ് അലറുന്നത്. കംസൻ ഓടിച്ചെന്നു. എന്നിട്ടാ മടിന്ന് പുറത്തെടുക്കാൻ നോക്കിയത്, പതിവ് പോലെ താക്കോല്. അപ്പൊ അതില്ല മടിയില്, മറന്നുപോയി. വേണ്ട കാര്യം മറന്നുപോയി. എന്നാ പോയിട്ട് എടുത്തുകൊണ്ടുവരാനുള്ള സാവകാശമില്ല. കാരണം അവിടെ അലറിക്കൊണ്ടിരിക്കുക. ഇതുവരെ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ല. വാതില് ഇനി താക്കോലെടുത്തു വരാനുള്ള സമയമൊന്നുമില്ല. 4 അടി പിന്നിലേക്ക് മാറി നിന്ന് ഊക്കോടുകൂടി കൊടുത്താൻ വാതിലിനൊരു ചവിട്ട്. അതോടുകൂടിയിട്ട് ആ വാതിലുകൾ 2 മറിഞ്ഞു വീണു.
മലർന്ന് മറിഞ്ഞു വീണ് കിടക്കുന്ന വാതിലിന്റെ മുകളിലൂടെ ഓടിച്ചെന്നതായിട്ടുള്ള കംസൻ കണ്ടു. എന്താ കണ്ടത്? എട്ടാമൻ വിഷ്ണുവിനല്ല കണ്ടത്. അതുഷ്ടൈവ ദൃഷ്ടവൻ ഭഗിനികാകരേ കന്യകം. ഈ ഭാഗങ്ങളൊന്നും വായിച്ചിട്ടില്ല ഭാഗവതത്തില്, എങ്കിലും പറയാണ്. നാളെ ഒക്കെ ആയിട്ട് ഈ ഭാഗങ്ങൾ വായനയിൽ വരുമായിരിക്കും. സത്രത്തിന് ഇങ്ങനെയൊക്കെ വായിക്കേണ്ടത്. എങ്ങനെ വേണം ഭാഗവതം വായിക്കാൻ സത്രത്തിന് എന്ന് മാതൃകയായിട്ട് ഇവിടെ കാണിച്ചു തരാം. എത്ര ഭംഗിയായിട്ട് എങ്ങനെ വേണം ഭാഗവതം വായിക്കാൻ. ഇത് ശരിക്കും റെക്കോർഡ് ചെയ്ത് വെച്ച് കേൾക്കേണ്ടതാണ്. അത്ര നന്നായിട്ട് അക്ഷരശുദ്ധിയോടുകൂടി തെറ്റില്ലാതെ വായിക്കും. അതിനൊക്കെ നമ്മൾ ഭാഗ്യം ചെയ്തവരാ ഈ നൈമിഷാരണ്യത്തിലുള്ളവര്. ചേർത്തല നടക്കുന്നുണ്ട് ഭാഗവത മഹാസത്രം. അവിടെ പോയാൽ ഇതുപോലെ ഭാഗവതം ശ്രുതി സുഖമായിട്ട് കേൾക്കാൻ സാധിക്കില്ല. ഞാൻ അവിടുന്ന് വരുന്നത്, അതുകൊണ്ടാ പറയുന്നത്. ഇത് മുഖസ്തുതി പറയല്ല, പറയേണ്ടതായതുകൊണ്ട് പറയുക. ചേർത്തലയെന്ന് പറഞ്ഞില്ലേ, ഇവിടെയുള്ള വായന കേൾക്കാൻ സുഖമില്ല എന്ന് പറഞ്ഞില്ല. കാരണം അത് അവർക്ക് ഇഷ്ടാവില്ല. അതുകൊണ്ട് അത് പറഞ്ഞില്ല. ഇവിടെ പറയേണ്ടതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ പ്രഭാഷണത്തിന് മാത്രം വന്നാൽ പോരാ, രാവിലെ നേരത്തെ വരണം. ഭാഗവതം പാരായണം ചെയ്യുന്നത് കേൾക്കാൻ വരണം. എന്തൊരു ശ്രുതി സുഖം, എന്തൊരു അർത്ഥസമ്പുഷ്ടം. ആ ശുകഗാ പിബത ശുകഗാധാതുല സുധാം. ആ ശുകഗാഥാസുധയെ സുഖായിട്ട് കേൾക്കണം, നിറഞ്ഞുണ്ടാവണം. നാളെ മുതൽക്കുള്ള ദിവസങ്ങളിൽ വെളുപ്പാങ്കാലത്ത് വരണം. എന്നും കിട്ടുന്ന മഹാഭാഗ്യമല്ല, എല്ലാ സപ്താഹത്തിനും കിട്ടുന്ന ഭാഗ്യമല്ല, എല്ലാ സത്രങ്ങൾക്കും കിട്ടുന്ന ഭാഗ്യമല്ല. ഇവിടെയുള്ള ഓരോന്നും അത്ര ഭംഗിയായിട്ടാണ് നടക്കുന്നത്. നാളെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കേൾക്കാം, വായനയിലൂടെ കേൾക്കാം. ഇന്ന് ഞാൻ പറയുന്ന ഭാഗങ്ങളൊക്കെ നാളെയോ മറ്റന്നാളോ ഒക്കെ വായനയിലൂടെ കേൾക്കാം. കംസൻ ആ വീണ് കിടക്കുന്ന വാതിലിലൂടെ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കണ്ടു, അതുഷ്ടൈവ ദൃഷ്ടവൻ ഭഗിനികാകരേ കന്യകം. സഹോദരിയുടെ കയ്യിൽ ഒരു പെൺകുട്ടിയാ കണ്ടത്. അപ്പോ ദേവകി കരഞ്ഞു. ദുഃഖിതയെ പോലെ കരഞ്ഞു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. എന്താ ദുഃഖിതയല്ലേ? ദുഃഖല്ലേ ദേവകിക്ക് എന്ന് ചോദിച്ചാൽ ദുഃഖമുണ്ട്. ഇതുവരെയുള്ള 6 കുട്ടികളെ കൊന്ന പോലെ ഇതിനെ കൊല്ലാൻ പറ്റില്ല എന്ന് ദേവകിക്ക് അറിയാം. അതുകൊണ്ട് അത്ര ദുഃഖമില്ല. പിന്നെ അത് മാത്രമല്ല, തന്റെ ഉണ്ണി 8-ാമൻ അത് വളരെ സുരക്ഷിതനായിട്ട് എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നും ദേവകിക്ക് അറിയാം. അതുകൊണ്ടും ദേവകിക്ക് പുറമേക്ക് കാണിക്കുന്ന അത്ര ദുഃഖമില്ല. പക്ഷെ ദുഃഖിതയെ പോലെ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഏട്ടൻ എൻ്റെ 6 കുട്ടികളെ കൊന്നു. 7-ാമത്തെ എങ്ങനെയാ പോയതെന്ന് എനിക്കറിയില്ല. 8-ാമത്തെ ഒരു പെൺകുട്ടിയാണ് ജ്യേഷ്ഠ. ഇനി ഞാൻ പ്രസവിക്കുമെന്ന് എനിക്കറിയില്ല. ഇതിനെങ്കിലും എനിക്ക് വളർത്താൻ തരൂ എന്ന് കേണ് വീണ് താണ് വളരെ വളരെ ദുഃഖിതയെ പോലെ എങ്ങി കരഞ്ഞുകൊണ്ട് ദേവകി പറഞ്ഞിട്ടും ആ കഠിനഹൃദയനായ കംസന്റെ കരളിന്റെ കോണിലെങ്കിലും കരുണയുടെ കിനിവിന്റെ കണികയുടെ തരി പോലും ഉണ്ടായില്ല. വലിച്ചെടുത്തു. ഒരു കൈ കൊണ്ട് 2 കാലും പിടിച്ചു വലിച്ചെടുത്തു. ദുഷ്ടൻ കംസൻ ഇങ്ങനെ ആട്ടിക്കൊണ്ടാ കൊണ്ടുപോയത്. പതിവ് പോലെ ചെരിച്ചു നാട്ടിയതായിട്ടുള്ള കല്ലിൽ അടിക്കാൻ വേണ്ടി ഓങ്ങിയതറിയാം.
കാരിരുമ്പിനേക്കാൾ കാഠിന്യമേറിയ കംസന്റെ കരുത്തേറിയ കൈകളിൽ നിന്ന് താമരയുടെ നാളത്തേക്കാൾ പേലവമായ പാദത്തോടു കൂടിയ മായാഭഗവതി എങ്ങനെ തെറിച്ചുപോയി എന്ന് എനിക്കറിയില്ല. തലയിലൊരു ചവിട്ട് കൊടുത്തു, കുതിച്ചു. നോക്കി കംസൻ, മുകളിൽ കണ്ടു ഒരു രൂപം, 8 തൃക്കൈകൾ. സിദ്ധചാരണ ഗന്ധർവൈഹി അപ്സര കിന്നരോരകൈഹി ഉപാഹൃത ഉരുബലിഭിസ്തൂയമാന. സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ 4 ഭാഗത്തും നിന്ന് സ്തുതിക്കുന്നു. വട്ടമുഖം, ദുഷ്ടന്മാർക്ക് ഭയമുണ്ടാക്കുന്നതായിട്ടുള്ള ഭാവം, വളഞ്ഞ ദംഷ്ട്രകൾ, വട്ടക്കണ്ണുകൾ കംസന് ഭയത്തെ ജനിപ്പിക്കുന്നു. സജ്ജനങ്ങൾക്ക് അഭയത്തെ കൊടുക്കുന്നു. ശംഖ്, ചക്രം, ഗദ, വില്ല്, അമ്പ്, വാള് തുടങ്ങിയ 8 ആയുധങ്ങളെ ധരിച്ചതായിട്ടുള്ള 8 തൃക്കൈകൾ, സ്വർണ്ണ നിറം, മഞ്ഞപ്പട്ട്, ഉറക്കുള്ള ഗർജനം ഭയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കംസനോട്, അരേ ദുരാചാര നൃശംസ കംസ, പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു. തവന്തകൻ ഭൂമിതലേ പിറന്നു, ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക. ഇടകൊള്ളരുതാത്തവനെ കംസ. അവൻ ജീവിതത്തിൽ ഒരാളിങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ടാവില്ല. നിന്നെ കൊല്ലാനുള്ളവൻ ജനിച്ചു എടാ. പാവങ്ങൾ സ്ത്രീകളോടല്ലടാ നിന്റെ കൈക്കരുത്ത് കാണിക്കേണ്ടത്. എനിക്ക് നിന്നെ കൊല്ലാൻ യാതൊരു വിഷമവുമില്ല എന്നാണ് ഭഗവതിയുടെ ആ ശബ്ദത്തിൽ നിന്ന് കംസന് മനസ്സിലായത്. പക്ഷേ എന്റെ സ്വാമി അതിന് അനുവാദം തരാത്തതുകൊണ്ട് നിനക്ക് ഇപ്പോ തൽക്കാലം മരണമില്ല. നിന്റെ മരണം ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. വേണമെങ്കിൽ നീ തെരഞ്ഞു കണ്ടുപിടിച്ചോ. ഭഗവതി ഇത്രയും പറഞ്ഞ് അന്തർധാനം ചെയ്തു. കംസൻ കുറച്ചൊരു ഭാവമാറ്റുണ്ടായി. കംസന് ഉണ്ടാവാതെ വയ്ക്കൂ. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനസ്ഥിത. സാക്ഷാൽ ജഗദംബികയുടെ പാദല്ലേ ബ്രഹ്മരന്ധ്രത്തിൽ തട്ടിയത്, മൂർധാവില്. അവന് ബുദ്ധി തെളിഞ്ഞതിൽ എന്താ അത്ഭുതം. ദേവകി വസുദേവന്മാരെ മോചിപ്പിച്ചു. പിന്നെ തന്റെ മന്ത്രിസഭ വിളിച്ചു ചേർത്തു. അവിടെ വെച്ച് ഉണ്ടായതൊക്കെ അറിയിച്ചു. അവര് പലതരത്തിൽ അധർമ്മങ്ങൾ ചെയ്യാൻ ഓരോ മന്ത്രിമാരും, കൂട്ടത്തില് അന്നുണ്ടായിരുന്നു അത്ര ഒരു സ്ത്രീ മന്ത്രി. അങ്ങനെയുള്ളവരെന്തിനാ അധികം നഞ്ഞ് നാനാഴി വേണമെന്ന് ചോദിക്കാറുണ്ട്. ഇതുപോലെ ഒന്ന് പോരെ ലോകം നശിപ്പിക്കാൻ? അവളുടെ പേര് പൂതന. അവളും അവന്മാരും കൂടി ബാലമാരണത്തിന് തുടങ്ങിയിരിക്കുന്നു. അവിടെയാണെങ്കിലോ പ്രഗേ പുനരകൽമജാവചന ബൈരിതാ ഭൂഭുജാ പ്രലംബകപൂതന പ്രമുഖജാനവാമാനിന. അവരിങ്ങനെ കോപ്പുകൂട്ടി വരട്ടെ. നന്ദഗോകുലത്തിൽ ഉണ്ടായിട്ടുണ്ടൊരു സന്തോഷം. ഉണ്ണി ജനിച്ചു. ഗോപന്മാര് കേട്ടത് നന്ദഗോപർക്ക് ഉണ്ണിണ്ടായി എന്ന്, ഗോപികൾ കേട്ടത് യശോദയ്ക്ക് ഉണ്ണിണ്ടായി എന്ന്. 70 കഴിഞ്ഞ നന്ദഗോപർക്ക് ഇനി ഉണ്ണിണ്ടാവുന്ന നന്ദഗോപര് വിചാരിച്ചിരുന്നില്ല. 50 കഴിഞ്ഞ യശോദയും ധരിച്ചിരുന്നില്ല ഇനി താൻ അമ്മയാവും എന്ന്. അമ്മ എന്നുള്ളതിന് അതിന്റെ പരൽപ്പേര് കൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ 50. സ്ത്രീകള് 50 കഴിഞ്ഞ അമ്മയാവില്ല അത്രേ.
പുരുഷൻ 80 കഴിഞ്ഞാലും അച്ഛനായിട്ടുള്ള ചരിത്രം ധാരാളം കേൾക്കാം. ഫെർട്ടിലിറ്റി പീരീഡ് സ്ത്രീകൾക്ക് കുറവാ. പക്ഷെ ഉണ്ണി ഉണ്ടായി. കേട്ടവര് സന്തോഷിച്ചു. യശോദയ്ക്ക് അറിയില്ല പ്രസവത്തിന്റെ ദുഃഖം എന്താണ്. ഇവിടെ ധാരാളം അമ്മമാരില്ലേ, അമ്മമാർക്കൊക്കെ അറിയും പ്രസവത്തിന്റെ സുഖം എന്താന്ന്. സുഖപ്രസവമായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഏത് സുഖപ്രസവമായാലും പ്രസവിക്കുന്ന സമയത്തെങ്കിലും മനസ്സിലെങ്കിലും പറയാതിരിക്കില്ല, ഇനി ഈ ഏർപ്പാടിന് ഞാനില്ല എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത്ര സുഖമുണ്ട്, അത്ര പ്രസവം എന്നുള്ളത്. പക്ഷെ യശോദയ്ക്ക് അതിന്റെ ദുഃഖം എന്താണെന്നറിയില്ല. എന്റെ തൊടയോട് ചേർന്ന് കിടക്കുന്നുണ്ട്. പെൺകുഞ്ഞുണ്ടായതും വസുദേവര് വന്ന് ബാലികയെ എടുത്തുകൊണ്ടുപോയതും ഈ ബാലൻ അവിടെ കിടത്തിയതും ഒന്നും അവിടെ ഉള്ളവരാരും അറിഞ്ഞിട്ടില്ല. എന്തൊരു സന്തോഷമായിരുന്നു അവർക്ക്. ഗോപിമാരാണ് ഭഗവാനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞത്. ഓരോ ഗോപിമാർക്കും അവരവരുടെ ഭക്തിക്കനുസരിച്ചായിരുന്നു അനുഭവങ്ങൾ. എല്ലാ ഗോപിമാരൊന്നും സാധാരണക്കാരല്ല, ഗോപന്മാരും സാധാരണക്കാരല്ല. ദേവന്മാരും മഹർഷീശ്വരന്മാരും ഒക്കെയാണ് ഗോപികളും ഗോപന്മാരും ഒക്കെ ആയിട്ട് വന്ന് ജനിച്ചിട്ടുള്ളത്. ഒരുപാട് തപസ് ചെയ്തിട്ടാ അവരൊക്കെ വന്നത്. ഭഗവാൻ സത്യസായി ബാബ ഈ ഗോപിമാരെ പറ്റി പറയുന്നുണ്ട്. അന്നൊക്കെ അവിടെയുള്ള ഗോപിമാരൊക്കെ യശോദയുടെ വീട്ടിൽ നിന്നാണ് അത്ര രാവിലെയും വൈകുന്നേരവും ഒക്കെ വിളക്ക് കൊളുത്തി കൊണ്ടുപോവുക. യശോദയുടെ വീടിന്റെ മുമ്പില്, കൊട്ടാരത്തിന്റെ മുന്നിൽ ഒരു വലിയ വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടാവും. വലിയ വിളക്ക്, ഒരു കഥകളികളുടെ വിളക്ക് പോലെ ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടാവും. ഗോപിമാരൊക്കെ അതിൽ വന്നിട്ടാണ് വിളക്ക് കൊളുത്തി കൊണ്ടുപോവുക. അപ്പൊ ആ ഇടയ്ക്ക് ഒരു ഗോപൻ കല്യാണം കഴിച്ചിട്ട് സുഗുണ എന്ന് പേരായിട്ടൊരു പെൺകുട്ടി വന്നു. ഇവള് ഗോകുലത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണനെ പറ്റി കേട്ടിരുന്നു. കൃഷ്ണനെ കണ്ടാൽ അവള് പിന്നെ വീട്ടുജോലിയൊന്നും എടുക്കാതെ ആവും, എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്നുള്ള വിചാരം ആവും എന്ന് വിചാരിച്ചിട്ട് ഇവളുടെ അമ്മായിയമ്മ അവളെ യശോദയുടെ വീട്ടിൽ നിന്ന് വിളക്ക് കത്തിക്കാൻ വിട്ടില്ല. കാരണം അവിടെ പോയാൽ സുഗുണ കൃഷ്ണനെ കാണും, കൃഷ്ണനെ കണ്ട കൃഷ്ണന്റെ ഭക്തയാവും, പിന്നെ തന്റെ കുടുംബജോലിക്കൊന്നും അവളെ കിട്ടില്ല. ഇതാ അമ്മായിയമ്മയുടെ വിചാരം. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിച്ചില്ല ഈ സുഗുണയെ. ഭഗവാൻ സത്യസായി ബാബ പറഞ്ഞ കഥയാണ്, ഭാഗവതത്തിലൊന്നും കാണില്ല. ഒരു ദിവസം ഈ സുഗുണയുടെ അമ്മായിയമ്മയ്ക്ക് തീരെ വയ്യ, പനി, തല പൊക്കാൻ വയ്യ. പക്ഷെ വിളക്ക് കത്തിക്കുന്നത് ഒഴിവാക്കാൻ നിവൃത്തില്ലല്ലോ. അതുകൊണ്ട് അന്ന് ഇവൾക്ക് യശോദയുടെ വീട്ടില് വിളക്ക് കത്തിക്കാൻ പോവാനുള്ള ഭാഗ്യമുണ്ടായി. അവള് വളരെ സന്തോഷത്തോടു കൂടിയാ പോയത്. ഇന്നെനിക്ക് കൃഷ്ണനെ കാണാലോ എന്നാണ് സന്തോഷം. ഒരു ചെറിയ വിളക്കില് ഒരു ചെറിയ തിരിയുമായിട്ട് അവിടുന്ന് വിളക്ക് കൊളുത്തി കൊണ്ടുവരാൻ വേണ്ടി സുഗുണ ആ വലിയ വിളക്കിന്റെ അടുത്തെത്തി. തൻ്റെ കൊച്ചു വിളക്കിന്റെ തിരി ആ വലിയ നാളത്തിൽ ചേർത്തു. അതോടുകൂടി സുഗുണ മരത്തടി പോലെ നിൽപ്പായി. ഈ തീനാളം ഈ സുഗുണയുടെ വിരലില് വന്നു ചേർന്നു.
കയ്യ് തീയില് ചെന്ന് വിട്ടാ എന്താണ്ടാവുക? പൊള്ളില്ലേ? പക്ഷെ അവൾ അറിയുന്നില്ല. അപ്പോഴേക്ക് മറ്റുള്ള ഗോപിമാരൊക്കെ വന്നു. അവൾക്ക് ബോധമില്ല. ഈ വിളക്കില് തിരിനാളത്തില് കയ്യും വെച്ചോണ്ട് നിൽക്കുക. കയ്യ് കത്തുന്നതും അവൾ അറിയുന്നില്ല. പിടിച്ചു മാറ്റി. അപ്പോഴേക്ക് യശോദ വന്നു. എന്നിട്ട് മുഖത്ത് വെള്ളമൊക്കെ തളിച്ചു. എന്താ നീ കാണിക്കുന്നത്? ഞാനൊന്നും അറിഞ്ഞില്ല. ഞാൻ ആ നാളത്തിൽ ചിരിക്കുന്ന കൃഷ്ണനെ കണ്ടു എന്നാ പറയുന്നത്. ശ്രീകൃഷ്ണനെ കണ്ടു അത്രേ. പിന്നെ അവൾക്ക് ഭയം ഇല്ലാതെയായി. അവൾ കൃഷ്ണഭക്തയായി. അവൾക്ക് പിന്നെ കൃഷ്ണനെല്ലാം ഓർക്കാതിരിക്കാൻ സാധിക്കാതെയായി. എപ്പോഴും ശ്രീകൃഷ്ണ ചിന്തയായി. ഒരു ദിവസം ശ്രീകൃഷ്ണൻ യശോദയുടെ അടുത്ത് കിടക്കുന്നു. രാത്രി സമയം. ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണൻ യശോദയെ ഉണർത്തും. വിശക്കുന്നുണ്ട്, എനിക്ക് പാല് കുടിക്കണം എന്ന് പറഞ്ഞ് ഉണർത്തും. പിന്നിടയ്ക്ക് കൃഷ്ണൻ അമ്മയുടെ മാറത്ത് കയറി കിടക്കും. നേരം വെളുത്തതും ഗോപികള് പലരും ആക്ഷേപവുമായിട്ട് വന്നു. ചോദിച്ചു യശോദ, എന്താ നിങ്ങളെല്ലാവരും കൂടി ഈ സമയത്ത് ഇവിടെ? നേരം വെളുക്കുന്നതിന് മുമ്പ് എല്ലാവരും കൂടി. അപ്പൊ അവര് പറഞ്ഞു, നിന്റെ മകനെ മര്യാദക്കിരുത്തണം. അവനെന്താ കുഴപ്പം? ഇന്നലെ രാത്രി അർദ്ധരാത്രി ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അവൻ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളുടെയൊക്കെ മുടി കൂട്ടിക്കെട്ടിയിട്ടു. യശോദ ചോദിച്ചു, എന്തിനാ കൃഷ്ണ ഇങ്ങനെയൊക്കെ വികൃതി കാണിച്ചത്? രാത്രി എന്തിനാ അവരുടെ വീട്ടിലേക്ക് പോയത്? അമ്മ, ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ? അമ്മയ്ക്കറിയില്ലേ? അമ്മ വാതിലടച്ചിട്ടല്ലേ കിടന്നത്? ഞാൻ വാതിൽ തുറന്നു പോയിട്ടുണ്ടോ? പിന്നെങ്ങനെയാ ഞാൻ അവിടെ എത്തുക? അപ്പൊ ഭഗവാൻ അവിടെ എത്തിയില്ലേ? എത്തി. വേദാന്ത തത്വമാണ് ഭഗവാൻ കാണിക്കുന്നത്. അമ്മയുടെ മാത്രം മകനല്ല. ഹരി സർവത്ര സർവദാ ഇല്ലേ? അധശ്ച വിഷ്ണു ഊർധ്വഞ്ച വിഷ്ണു. എവിടെ അല്ലാത്തത്? ഭഗവാൻ മുകളിലുണ്ട്, താഴെയുണ്ട്, വശങ്ങളിലുണ്ട്, ഭൂമിയിലുണ്ട്, ആകാശത്തിലുണ്ട്. സർവത്ര വിഷ്ണു. ഞാൻ എവിടെയുള്ള ആളാ? എനിക്ക് വരവും പോക്കൊന്നുമില്ല എന്ന് പറയാതെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തതാ. കൃഷ്ണന്റെ ലീലകൾ നമുക്കറിയാൻ സാധിക്കില്ല. കൃഷ്ണൻ ഗോപിമാരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് എണ്ണ കെട്ടു എന്ന് അവരൊക്കെ വന്ന് ആക്ഷേപം പറയുമ്പോ യശോദ കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, നീ എന്തിനാ അവരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് എണ്ണ കെട്ടത്? നിനക്ക് ഇവിടെ ധാരാളല്ലേ? കൃഷ്ണൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, അവർക്കെന്നെ നല്ല സ്നേഹമുണ്ട്, ഞാനതുകൊണ്ടാ അവിടെയൊക്കെ പോയത്. സ്നേഹമുള്ള സ്ഥലത്തെ ഈശ്വരനെ കിട്ടൂ. ഗോപികമാർക്ക് കൃഷ്ണനോട് അത്ര സ്നേഹമുള്ളത് കൊണ്ടാണ് ശ്രീകൃഷ്ണൻ അവരുടെ വെണ്ണ കവർന്നെടുത്തത്. എന്താ വെണ്ണ? വെണ്ണ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ്. നല്ല മനസ്സുള്ളയിടത്തേക്ക് ഭഗവാൻ വിളിക്കാതെ വരും. അതാ ഭഗവാൻ വെണ്ണ കെട്ടു എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഗോപികമാരുടെ വെണ്ണയെ കെട്ടുള്ളൂ. കംസന്റെ ഡയറി ഫാമിൽ പോയിട്ട് കൃഷ്ണൻ കട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിളിച്ചു കൊടുത്താലും വേണ്ടാന്നേ പറയുള്ളൂ. കാരണം അവന്റെ മനസ്സ് കൊള്ളില്ല. ഈ ഗോപിമാരൊക്കെ പറയും കൃഷ്ണൻ വികൃതി കാണിക്കാറുണ്ട്, കട്ട് തിന്നാറുണ്ട്. യശോദയ്ക്കാണെങ്കിൽ ഇത് തീരെ അനുഭവമില്ല. അപ്പൊ ഇവര് പറയുന്നതൊക്കെ കളവാണെന്ന യശോദയുടെ നാട്യം. എന്നാ അമ്മയ്ക്ക്
ഒരു ദിവസം കാണിച്ചു കൊടുക്കാമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. അതാണ് 9ാമത്തെ അധ്യായത്തില് ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തര നിയുക്താസു നിർമ്മമന്ധസ്വയം ദധി യാനി യാനീഹ ഗീതാനി തദ്ബാലചരിതാനി ച ദധി നിർമന്ധനേ കാലേ സ്മരന്തി താന്യഗായതാം ക്ഷൗമം വാസപൃഥുകടിതടേ ബിഭ്രതി സൂത്രനദ്ധം. രാവിലെ എണീറ്റ യശോദയുടെ രൂപം സ്മരിക്കേണ്ടതാ. ക്ഷൗമം വാസപൃഥുകടിതടേ, പൃഥുകടിതടം എന്ന് കുറച്ച് തടിച്ച സ്ത്രീയാണത്ര യശോദ. അതിൽ നല്ല പട്ട് ചേല ചുറ്റിയെടുത്തിട്ടുണ്ട്. അഴിഞ്ഞു പോവാതിരിക്കാൻ ബിഭ്രതി സൂത്രനദ്ധം, അത് ഒരു ചരട് കൊണ്ട് അരയിൽ കെട്ടിയിട്ടുണ്ട്. ബിഭ്രദ്വാസ കനകകപി ക്ഷൗമം വാസ പൃഥുകടിതടേ ബിഭ്രതി സൂത്രനദ്ധം പുത്രസ്നേഹസ്നുതകുചയുഗം ജാതകമ്പം ച സുഭ്രൂഹു. പിന്നെ മകനെ ഓർത്തിട്ട്, കൃഷ്ണനെ ഓർത്തിട്ടുള്ള സന്തോഷം കൊണ്ട് യശോദയുടെ ആ 2 കുചങ്ങളും നിറഞ്ഞ പാലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് യശോദ അറിയുന്നില്ല. എന്നിട്ടിങ്ങനെ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കൃഷ്ണൻ ഉണർന്നത്. എങ്ങനെ ഉണർന്നു? അമ്മ സ്നേഹത്തോടുകൂടി തൻ്റെ ഓരോ വികൃതികളെ ഓർത്തോർത്ത് പാടിക്കൊണ്ട് അങ്ങനെ രസിച്ച് തൈര് കടയുമ്പോൾ അമ്മയുടെ ആ ഭക്തിയിൽ ലയിച്ച് ഭഗവാൻ ഉണർന്നു. അമ്മയ്ക്ക് ഒരു പുതിയ ലീല കാണിച്ചു കൊടുക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. ഈ ഗോപിമാരൊക്കെ കൃഷ്ണനെ പിടിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അവർക്കൊന്നും കൃഷ്ണനെ പിടിക്കാൻ കിട്ടില്ല. ദേഹാഭിമാനമുള്ളവർക്ക് ഈശ്വരനെ കിട്ടുമോ? അതാ ഗോപിമാർക്ക് കൃഷ്ണനെ പിടിക്കാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അവർക്ക് ദേഹാഭിമാനം കുറച്ചുണ്ടെങ്കിൽ കൃഷ്ണനെ കിട്ടില്ല. ദേഹാഭിമാനം മുഴുവൻ തീർന്നപ്പോൾ കൃഷ്ണനെ കിട്ടി. ഭഗവാൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ഭഗവാൻ അനുവദിച്ചു അവർക്ക് തന്നെ പിടിക്കാൻ. ആ ലീലയാണ് ഇന്ന് നടന്നത്. അപ്പോഴാണ് അടുപ്പത്ത് വെച്ച പാല് തിളച്ച് പോകുമോന്ന് യശോദയ്ക്ക് സംശയം. ആ ഉണ്ണിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മതിയാവാത്ത സമയത്ത് ഉണ്ണിയെ പിടിച്ചിറക്കി വെച്ചു. ബാലനും പാല് കുടിച്ചു മതിയാവാതെ അമ്മ താഴത്തിറക്കിയപ്പോ ബാലനും ആ ബാലസഹജമായിട്ടുള്ള ക്രോധത്തെ കാണിച്ചുകൊണ്ട് അവിടെ കടന്നിരുന്ന ദധിമന്ധഭാജനം ഭിത്വാ മൃഷശ്രുഹു ദൃഷദശ്മനാരഹോ ജഖാസ ഹയ്യങ്കവമന്തരംഗത. കടകോലെടുത്ത് ഉടച്ചു എന്ന് നാരായണീയത്തിൽ പറയുന്നത്. ഗൃഹീത്വാ ദധിമന്ധഭാജനം. ഭാഗവതത്തിൽ പറയുന്നത് ദൃഷദശ്മനാരഹോ ജഖാസ ഹയ്യങ്കവമന്തരംഗത. ഒരു കരിങ്കൽ എടുത്ത് ഉടച്ചു എന്ന്. അമ്മി കുട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏതാ ശരി? രണ്ടും ശരിയാന്ന് പറഞ്ഞു അത്രേ ഭട്ടതിരിപ്പാടിനോടെ. ഭാഗവതത്തിൽ പറഞ്ഞതിന് വിപരീതമായിട്ടാണല്ലോ ദധിമന്ധഭാജനം എന്നല്ലേ ഞാൻ പറഞ്ഞത്. കടകോലെടുത്ത് ഉടച്ചു എന്നല്ലേ പറഞ്ഞത്. ഭഗവാനെ, ഞാൻ പറഞ്ഞത് തെറ്റിയോ എന്ന് ഭട്ടതിരിപ്പാടിന് സംശയം തോന്നിയപ്പോൾ ഗുരുവായൂരപ്പൻ പറഞ്ഞു അത്രേ, ഞാൻ ആദ്യം അമ്മിക്കുട്ടി എടുത്ത് ഉടച്ചു, പിന്നെ എനിക്ക് ദേഷ്യം തീരാഞ്ഞിട്ട് ഞാൻ കടകോലെടുത്തിട്ട് ഉടച്ചിട്ടുണ്ട്. ഭക്തൻ പറയുന്നതിനൊക്കെ ഭഗവാൻ ശരിയാക്കുന്നു. അപ്പൊ അതിൽ വെണ്ണ കൂടിയിട്ടുണ്ട്. ഈ തൈരിങ്ങനെ കടഞ്ഞു വെണ്ണ ഇങ്ങനെ കൂടി വരുന്ന സമയമായിരുന്നു. ഭഗവാൻ ആ വെണ്ണക്കെടുത്തു, എന്നിട്ട് അതൊക്കെ മാറോട് ചേർത്തു. ഈ വെണ്ണ മാറത്ത് വെച്ചാൽ അത് ഉരുകിപ്പോകുന്നു. അതിന്
ഈ കൊച്ചു 2-2.5 വയസ്സായിട്ടുള്ള ബാലന് വെണ്ണമേല് വെച്ചാൽ ഉരുകുന്നതൊക്കെ അറിയോ? ആർക്കാ അറിയുമെന്ന് ചോദിക്കുന്നത്? ലോകനാഥന്. എന്നിട്ടോ ആ 4 ഭാഗത്തും പാല് പരന്ന് കിടക്കുക. അതിൽ കാല് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഗോപിമാര് കാണില്ലേ? കാണാതിരിക്കാൻ ഭഗവാൻ സൂത്രം ചെയ്തു. എന്താന്നല്ലേ? ആ കൊച്ചു കാലും വെച്ചിട്ട് അവിടെ നിറയെ നടന്നു. ഒരുപാട് വാതിലുണ്ട് ആ മുറിക്ക്. ആ മുറിയിൽ നിന്ന് പല മുറികളിലേക്കും കിടക്കാം, അനവധി മുറികളിലേക്ക്. അപ്പൊ അനവധി വാതിലുണ്ട്. എല്ലാ വാതിലിന്റെ അടുത്തേക്കും കൃഷ്ണന്റെ കാല് പോയിട്ടുണ്ട്. അപ്പോഴേക്ക് ഗോപിമാരും വന്നു. ഉച്ചലധ്വനിതമുച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദ്രുതാം ത്വദ്യശോ വിസരവദ്ദർശസാ സദ്യയേവ ദധിമിസ്തൃതം ക്ഷിതൗ. നാരായണീയത്തിലെ ഭട്ടതിരിപ്പാട് പറയാ, ഉച്ചലധ്വനിതമുച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദ്രുത. അവിടെ പാൽപാത്രം ഇറക്കി വെക്കാൻ പോയപ്പോഴാണ് ഇവിടുന്ന് ഒരു ഭയങ്കര ശബ്ദം. തൈര് കുടം പൊട്ടിയതാ. ഓടി വന്ന് നോക്കിയപ്പോഴോ സന്നിശമ്യ ജനനീ സമാദ്രുത. വന്നു നോക്കിയപ്പോൾ ത്വദ്യശോ വിസരവദ്ദർശസാ സദ്യേവ ദധി വിസ്തൃതം ക്ഷിതൗ. ഭഗവാന്റെ യശസ് പോലെ 4 ഭാഗത്തേക്കും പരന്നൊഴുകുന്ന ഈ പാല് കണ്ടു എന്നാ പറഞ്ഞത്. ഇപ്പൊ ഇവന്റെ വികൃതി എനിക്ക് മനസ്സിലായി. ഒരിക്കലും ഗോപിമാര് വന്നിട്ട് പറഞ്ഞിരുന്നു, ഈ കൃഷ്ണൻ ഞങ്ങള് തൈരും പോകുന്ന സമയത്ത് കൃഷ്ണൻ വന്നിട്ട് ഞങ്ങളോട് തൈര് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ കൊടുത്തില്ല. അപ്പൊ കൃഷ്ണൻ കല്ലെടുത്തെറിഞ്ഞു. കല്ലെടുത്തെറിഞ്ഞപ്പോ ഞങ്ങളുടെ തൈര് കുടം പൊട്ടി. എന്നിട്ട് തൈര് മുഴുവൻ പുറത്തേക്ക് പോയി. യശോദ ചോദിച്ചു, ഓ കൃഷ്ണ, അമ്മേ ഞാൻ എന്തെങ്കിലും അമ്മയെ വിട്ടിട്ട് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോന്നാ കൃഷ്ണന്റെ ചോദ്യം. എന്നാ ഭഗവാൻ പോയിട്ടില്ലേ? ഭഗവാന് പോക്കും വരവൊന്നുമില്ല. ഈശ്വരനാ എപ്പോഴും എല്ലാ സ്ഥലത്തും ഉണ്ട്. എന്താ ഗോപിമാരുടെ പാത്രത്തിന് കല്ലെടുത്തെറിയാൻ കാരണം? അവര് ഈശ്വര ഭക്തകളാ. അവരിതൊക്കെ ഈശ്വരന് ഒന്ന് സമർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈശ്വരൻ അതിനെ സ്വീകരിക്കണ്ടേ? അപ്പോഴാണ് ഈശ്വരൻ വന്നിട്ട് ചോദിച്ചത്, കുറച്ചെനിക്ക് തരുമോ എന്ന്. അവര് ഈശ്വരനാണെന്ന് അറിഞ്ഞില്ല, ഇതൊരു വികൃതി കുട്ടിയാണെന്നേ വിചാരിച്ചുള്ളൂ. അപ്പൊ ഈശ്വരൻ തനിക്കുള്ളത് എടുത്തു. അത്രേ ഉണ്ടായുള്ളൂ. അന്ന് യശോദ അവർക്കൊക്കെ നിങ്ങളുടെ മൺപത്രനാശേ പകരം തരുന്നേൻ പൊൻപാത്രമമ്പോടധരത്നപാത്രം. അവർക്കൊക്കെ മൺപാത്രത്തിന് പകരം പൊൻപാത്രം കൊടുത്തു എന്നാ പറഞ്ഞത്. എന്തേ മൺപാത്രത്തിന് പകരം പൊൻപാത്രം കൊടുത്തു എന്ന് പറഞ്ഞത്? ഭഗവാന്റെ കഥ കേട്ടാൽ ഇന്നിവിടെ ഇരിക്കുന്നവര്, നിങ്ങളും ഞാനും അടക്കമൊക്കെ ഭഗവാന്റെ കഥ ശ്രദ്ധയോടുകൂടി പറയും കേൾക്കുകയും ചെയ്താൽ ഭഗവാൻ മൺപത്രനാശേ പകരം തരുന്നേൻ പൊൻപാത്രം അമ്പോടഹരത്നപാത്രം. ഈ മൺപാത്രം മാറ്റിയിട്ട് നമുക്കും തരും പൊൻപാത്രം, രത്നപാത്രം. പൊൻപാത്രം രത്നപാത്രം എന്നൊക്കെ പറഞ്ഞ മൺപാത്രം ഏതാ? ഈ ഉടഞ്ഞു പോണ ശരീരം, നമ്മുടെയൊക്കെ ശരീരേ, ഇത് മണ്ണിന്നുണ്ടായതാ. ഇത് മണ്ണിലേക്ക് വന്ന് ചേരുന്നതാ. ഇത് മണ്ണ് തന്നെയാണ്, അല്ലെ? മണ്ണായി തീരേണ്ടതാണ് നമ്മുടെ ശരീരം. ഇത് പോയിട്ട് നമുക്ക് പൊൻപാത്രം അമ്പോടധരത്നപാത്രം, നമുക്ക് നശിക്കാത്ത ഈശ്വരന്റെ സാരൂപ്യമുക്തി കിട്ടും. ഗോപിമാർക്കത് കിട്ടി. ഗോപിമാരുടെ മൺപാത്രത്തിന് പകരം പൊൻപാത്രം കൊടുത്തു എന്ന് പറഞ്ഞാൽ കഥയുടെ അർത്ഥം അതാണ്. അവരുടെ ഈ നശിക്കുന്ന 9 ദ്വാരങ്ങളുള്ള ഈ 9 ദ്വാരങ്ങളിലൂടെയും കണ്ണെന്നും മൂക്കെന്നും ചെവിയെന്നും വായെന്നും പിന്നെ താഴത്തേക്ക് 2 എണ്ണത്തിനും, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇവിടുന്ന് ഇറക്കി ഓടിക്കും. ഏതെന്തെങ്കിലും ഒന്നിൽ നിന്ന് നല്ല സാധനം വരുന്നുണ്ടോ? അത്ര കൊള്ളരുതാത്തത്.
അതിന്റെയൊക്കെ ശബ്ദം കേട്ടാ എന്തൊരു രസമല്ലേ. ചിലപ്പോ സംഗീതമൊക്കെ മൂക്കൊണ്ടുള്ള സംഗീതം കേൾക്കാൻ രസമുണ്ടോ? പിന്നെ താഴെക്കൂടെ ചിലപ്പോ ശംഖൂതാറുണ്ട്. അയ്യോ, കേട്ടാ നമ്മൾ ചെവി പൊത്തും അല്ലേ. ഇങ്ങനെയുള്ള ഈ ശരീരത്തെ കളഞ്ഞിട്ട് നമുക്ക് മോക്ഷ ശരീരം, വിഷ്ണുവിന്റെ ശരീരം കിട്ടും ഭഗവാന്റെ കഥ കേട്ടാൽ. ഗോപിമാർക്ക് അത് കൊടുത്തു. അതാ സ്വർണപാത്രം, രത്നപാത്രം ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അർത്ഥം. എത്ര മഹാപാപിയായിക്കോട്ടെ, ഗരളദായിനിയാകിയ പൂതനക്കരുളി വന്നതെന്തിന്? വിഷം കൊടുക്കാൻ. പക്ഷെ ഭഗവാൻ എന്താ കൊടുത്തത് അവൾക്ക്? പൂതനയ്ക്ക് കൊടുത്തു മോക്ഷം. ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പോകുന്നത് മോക്ഷമാണ്. അമ്മയുടെ വേഷം കെട്ടി വന്ന് ഇവൾക്ക് മോക്ഷം കൊടുത്തില്ലേ ഭഗവാൻ? അവളുടെയും ഈ മൺപാത്രത്തെ മാറ്റിയിട്ട് അവൾക്കും നല്ല സ്വർണപാത്രം, മോക്ഷം കൊടുത്തു. ഭഗവാൻ വെണ്ണ കെട്ടു, പാല് കെട്ടു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ പാപങ്ങളാണ് നശിക്കുന്നത്. ഭഗവാന് ഈശ്വരന് ഈ തൈര് മുഴുവൻ, വെണ്ണ, പാല്, തൈരൊക്കെ ഈശ്വരന് എന്ന് പറഞ്ഞ് സമർപ്പിച്ചിട്ടാണ് ഗോപിമാരിറങ്ങുന്നത്. അതുകൊണ്ടാ ഭഗവാൻ അവരുടെ മൺപാത്രമൊക്കെ തട്ടിപ്പൊട്ടിച്ച് അവരുടെ മനസ്സ് തന്നിലേക്കാക്കിയത്. ഇതാണ് ഭഗവാന്റെ കഥകളുടെ തത്വം. ഇതാണ് ഭഗവാന് ചിത്തചോരാ യശോദാക്കെ ബാൽ നവനീത ചോര ഗോപാൽ പാടാറുണ്ട്. ബടാ ചിത്തചോർ. ഭഗവാൻ പാലും തൈരും വെണ്ണയും മാത്രമല്ല കേൾക്കാറുള്ളത്, ബടാ ചിത്തചോർ, മനസ്സ് കക്കുന്ന കള്ളനാ ഭഗവാൻ. ഭഗവാൻ നമ്മുടെയൊക്കെ മനസ്സ് കക്കുന്നില്ലേ? ഒരു മണിക്കൂറായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. എനിക്കിപ്പോ ഒരു നിമിഷം പോലെ തോന്നുന്നുള്ളൂ. കാരണം മനസ്സ് ഭഗവാൻ കട്ടെടുക്കുക അല്ലേ. ബടാ ചിത്തചോർ, പാപം കട്ടെടുക്കുക ഭഗവാൻ. ഇത് ഗുരുവായൂർ എന്തൊരു തിരക്കാവുന്ന ആലോചിച്ചു നോക്കൂ. അന്തീരടിക്കും, ഉച്ചപൂജയ്ക്കും, രാത്രി അത്താഴ പൂജയ്ക്കും ഒന്നും തികയാതെ ഇന്ന് ഗുരുവായൂര് ഒരാൾക്ക് ഇതുവരെയുള്ള ഈ ദിവസം അങ്ങനെ 10 രൂപയ്ക്ക് കൂടുതൽ ഒരാൾക്ക് ഷീട്ടാക്കാൻ കൊടുക്കില്ല. അവില് എത്ര റെക്കോർഡ് അവില വഴിപാടാ. നാളത്തെ പത്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. എല്ലാ കൊല്ലം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ഭഗവാൻ 3 മണിക്ക് നട തുറന്നാ തയ്യാറായിട്ട് ചിരിച്ചോണ്ട് നിൽക്കുക. വരുന്നവരൊക്കെ എന്താ കൊടുക്കുന്നത് ഭഗവാന്? ഓരോരുത്തരും അവരവരുടെ ദുഃഖ കൊടുക്കുന്നത്. എന്റെ കല്യാണം കഴിഞ്ഞില്ലേ ഭഗവാനെ? ദുഃഖം. കുട്ടി ഉണ്ടായില്ലേ ഭഗവാനെ? ദുഃഖം. പരീക്ഷയില് പാസ്സായില്ലേ ഭഗവാനെ? ദുഃഖം. ജോലി കിട്ടിയില്ലേ ഭഗവാനെ? ഈ ദുഃഖങ്ങളാണ് ഭഗവാൻ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഭഗവാൻ ഇങ്ങനെ ചിരിച്ചോണ്ട് നിന്നിട്ട് ഈ ദുഃഖം മുഴുവൻ അവരുടെ തലേന്ന് ഇറക്കി വെച്ചിട്ട് തന്റെ അനുഗ്രഹം അവരുടെ തലയില് നിറച്ചു കൊടുക്കുക. ഗുരുവായൂരപ്പൻ അല്ലേ? വെളുപ്പാങ്കാലത്ത് 3 മണി മുതൽ രാത്രി നടടയ്ക്കുന്നത് വരെ എത്ര 1000 കൊല്ലങ്ങളായി തുടങ്ങിയിട്ട് ഭഗവാന്റെ ഈ ഏർപ്പാട്. ആനന്ദഭാരം അതിഭൂരിതരംബഭാര. ഭഗവാന്റെ അടുത്തേക്ക് വരുമ്പോ എന്തെന്നില്ലാത്തൊരാനന്ദം അല്ലേ. യശോദ വന്ന് നോക്കിയപ്പോ 4 ഭാഗത്തും ഭഗവാന്റെ കാലടിപ്പാടുകൾ തെരഞ്ഞു നോക്കി കണ്ടില്ല. അങ്ങനെ തെരഞ്ഞാ കിട്ടൊന്നുമില്ല. ഗോപിമാരും വന്നു. പക്ഷെ അന്ന് ഭഗവാൻ പിടിച്ചോട്ടെ എന്ന് തീരുമാനിച്ചു. അന്ന് ഭഗവാനെ യശോദ പിടിച്ചു, ഗോപിമാര് കാണിച്ചു കൊടുത്തു. അപ്പൊ യശോദ നോക്കിയപ്പോ അവിടെ ആ തൈര് കടയാൻ ഉപയോഗിച്ചു വന്നിരുന്ന കയറ് തന്റെ കയ്യിലുണ്ടായിരുന്നു. ആ കയറെടുത്തു. ഒരു വടിയുണ്ട് കയ്യില്.
അപ്പോഴേക്ക് കണ്ണന്റെ ഒരു മുഖഭാവം അമ്മയുടെ വടി കണ്ടിട്ട് ഭയപ്പെട്ടതുപോലെ ഭീരഭീയദ്ഭിഭേദി എന്ന് കുന്തിദേവി പറയുന്നുണ്ട്. ഭയപ്പെട്ടവനെ പോലെ നിൽക്കുന്ന മുഖഭാവം കണ്ടപ്പോ യശോദ ആ വടി വലിച്ചെറിഞ്ഞു. എന്നിട്ടും കണ്ണൻ ഓടി, യശോദയും ഓടി. പക്ഷേ കണ്ണനെങ്ങനെ ഓടുക? അതെന്താ കണ്ണൻ ഓടിക്കൂടെ? ഓടെങ്ങനെ? കണ്ണനി ഹയ്യങ്കവമന്തരം സ്ഥിത. ഈ വെണ്ണ മാറോട് ചേർത്തത് വെച്ചതൊക്കെ കൂടി അവിടെയുള്ള ഒരു ഒരല് കൊണ്ടുപോയിട്ടിരിക്കുന്നു. ഈ വെണ്ണ വിട്ടിട്ട് കണ്ണന് പോവാൻ പറ്റുമോ? അതുകൊണ്ട് കണ്ണൻ ഒരലിന്റെ ചുറ്റും ഓടി. യശോദ കണ്ണന്റെ പിന്നാലെ ഓടി. കണ്ണൻ വളരെ വേഗം ഓടുന്നത്. ഈ കണ്ണന്റെ ഓട്ടത്തിന്റെ വേഗത കാരണം കുറച്ച് കഴിഞ്ഞപ്പോ എന്തായതല്ലേ, ആദ്യം കണ്ണന്റെ പിന്നാലെ യശോദ ഓടുമായിരുന്നു. ഇപ്പൊ കണ്ണൻ വളരെ വേഗം ഓടി. യശോദ, ഈ തടിച്ച ശരീരമുള്ള യശോദയ്ക്ക് അത്ര വേഗം ഓടാൻ സാധിക്കില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ മുമ്പിൽ യശോദ, പിന്നിൽ കണ്ണൻ. യശോദയുടെ തൊട്ട് പിന്നിലുണ്ട് കണ്ണൻ. യശോദയുടെ വിചാരം തന്റെ മുന്നിലാ കണ്ണൻ. കുറെ കഴിയുമ്പോ കണ്ണൻ ഒന്ന് തൊട്ടു യശോദയെ. അപ്പൊ യശോദ തിരിഞ്ഞു നോക്കി, അമ്പട നീ ഇവിടെ. അപ്പൊ യശോദ തിരിഞ്ഞപ്പോഴേക്കും കണ്ണൻ ഈ ഭാഗത്തുണ്ട്. തൊട്ടെങ്കിലും പിടിക്കാൻ കിട്ടിയില്ല. അങ്ങനെ ഒന്നും ഓടിയാ ഈശ്വരനെ കിട്ടില്ല. നേതി നേതീത്യതത്യജൻ. വേദം പറയുന്നില്ലേ, ഇതല്ല ഇതല്ല ഇതല്ല, അന്വേഷിച്ചു നടന്നാൽ കിട്ടുന്നതല്ല. കുറെ കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് പിടിക്കാൻ കൊടുത്തു. കാരണം അമ്മയുടെ അഹങ്കാരം നശിച്ചു. അപ്പൊ അമ്മയ്ക്ക് പിടിക്കാൻ കൊടുത്തു. കൊടുത്തതും കണ്ണനെ പിടിച്ചു കെട്ടാൻ തീരുമാനിച്ചു യശോദ. എന്നിട്ടോ ആ കയ്യിലുള്ള കയറുകൊണ്ട് ഒരലിനൊരു കെട്ട് കെട്ടി. മറുഭാഗം കൊണ്ട് കണ്ണന്റെ വയറിന് ഒരു കെട്ട് കെട്ടാൻ നോക്കി. ദ്യങ്കുലോനമഭുത്തേന സന്തധന്യച്ച ഗോപിക. ഇപ്പൊ 2 വിരല് നീളം, ദൈത്ര. ദ്യങ്കുലോനമഭൂത്തേന, ഈ 2 വിരലിന്റെ നീളം കുറവുണ്ടായിരുന്നു. സന്തധന്യച്ച ഗോപിക. അപ്പോ വേറൊരു കയറ് മറ്റൊരു ഗോപി എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു. അത് കൂട്ടിക്കെട്ടി വീണ്ടും തദപി ദ്വങ്കുലം ന്യൂനം സന്തധന്യച്ച ഗോപിക. അപ്പൊ മറ്റൊരു ഗോപി വേറൊരു കയറ് കൊടുത്തു. ഏവം സ്വഗേഹദാമാനി യശോദാ സന്തധത്യപി. ഇങ്ങനെ ഗോകുലത്തിലുള്ള കയറ് മുഴുവൻ കൊണ്ടുവന്നിട്ടും ഏവം സ്വഗേഹദാമാനി യശോദാ സന്തധത്യപി ഗോപീനാം സുസ്മയന്തീനാം സ്മയന്തി വിസ്മിതാഭവത്. അത്ഭുതപ്പെട്ടു പോയി. ഈ 2 വിരലിന്റെ നീളത്തിന് ഒരു അത്രയും കൂടി അങ്ങ് കൂട്ടിയാലേ കെട്ടാൻ പറ്റുള്ളൂ. എത്ര കയറാ കൂട്ടിക്കെട്ടിയത്. ഒരലിന് കെട്ടിക്കഴിഞ്ഞു. കണ്ണന്റെ വയറിന്റെ, കണ്ണനും ഒരലും തമ്മിലുള്ള ദൂരത്തിന് വ്യത്യാസമില്ല. അനവധി കയറ് കൂട്ടിക്കെട്ടിയിട്ടും എന്തുകൊണ്ട് ഈ 2 വിരല് മാത്രം കുറഞ്ഞു എന്ന് ചോദിച്ചാൽ അവിടെ ഒരു കുഴപ്പമുണ്ടായി. യശോദ എന്റെ ഉണ്ണിയെ ഞാൻ കെട്ടും. ഈ ഞാൻ എന്നതും എന്റേത് എന്നതുമാണ് ഈ 2 വിരലിന്റെ കുറവ്. അതുള്ളിടത്തോളം ഈശ്വരനെ കിട്ടില്ല. അഹം മമ, അഹവും മമയും ഉണ്ടെങ്കിൽ ഞാൻ എന്നും എന്റേത് എന്നും ഉള്ളയിടത്ത് ഈശ്വരനെ കിട്ടില്ല. എപ്പോഴാണോ ഏവം സ്വമാതുസ്വിന്നഗത്രായാഹ വിസ്രസ്തകബരസ്രജഃ ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണഃ കൃപയാസീൽ സ്വബന്ധനേ. എപ്പോഴാണോ യശോദയ്ക്ക് എന്റെ ഉണ്ണിയെ കെട്ടാനും കൂടി എനിക്ക് പറ്റില്ല, അപ്പോഴേക്ക് ഗോപിമാരെ നിന്ന് പരിഹസിക്കാനും യശോദങ്ങ് വിയർക്കാനും മാത്രമല്ല യശോദയുടെ ശരീരമൊക്കെ അങ്ങ് വിയർത്ത് കുളിച്ച് കൃഷ്ണമണികളൊക്കെ മുകളിലേക്ക് പോയി തലമുടി കെട്ടഴിഞ്ഞ് മോഹാലസ്യപ്പെട്ട് വീഴുമോ അമ്മ എന്നുള്ള ഒരു
പരുവത്തിൽ പരിതസ്ഥിതിയിൽ യശോദ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് കണ്ണന് ആ സ്നേഹത്തിന്റെ ആധിക്യമുണ്ടായി. അമ്മേന്നൊന്ന് വിളിച്ചു. നോക്കിയപ്പോഴേ എത്രയാ കയറിന് നീളം ബാക്കി. ആദ്യം കൊണ്ടുവന്ന കയറിനെന്നെ കെട്ടിയിട്ട് അനവധി നീളം ബാക്കി. അനവധി നീളം കയറ് കിടക്കുന്നു. ആദ്യത്തെ കയർ കൊണ്ട് തന്നെ കണ്ണനെ പിടിച്ച് കെട്ടി. ഭക്തിക്ക് ഭഗവാൻ വശകനാണ് എന്ന് കാണിക്കുന്ന ലീലയാണ്. ഇവിടെ ഒരുപാട് ദുർനിമിത്തങ്ങൾ കണ്ടിട്ടുണ്ട്. പൂതന വന്നു, അതുപോലെ ചാടായി വന്നു ശകടാസുരൻ താൻ. ചാടാനൊരുമ്പെട്ടു മുകുന്ദഗാത്രേ വാടാതെ പാതേന ഹനിച്ചു ബാലൻ. ചാട് 1000 ഖണ്ഡമതായി വീണു. ശകടാസുരൻ വന്നു, തൃണാവർത്തൻ വന്നു. ഇപ്പതാ ഒരലും വലിച്ചുകൊണ്ട് ആ 2 വൃക്ഷങ്ങളുടെ ഇടയിലൂടെ മറുവശത്ത് കടന്ന കൃഷ്ണൻ മരങ്ങളെയും വീഴ്ത്തിയിട്ടിരിക്കുന്നു. ഈ മരങ്ങൾ വീണ ശബ്ദം കേട്ടിട്ടാണ് നന്ദഗോപരും യശോദയും ഗോപന്മാരും ഗോപിമാരും കൂടിയൊക്കെ അവിടെ ചെന്നത്. അപ്പൊ അവിടെയുള്ള ഗോപബാലന്മാര് പറഞ്ഞു, ഞങ്ങള് കണ്ടതാ ഈ കണ്ണനെ ഒരല് വലിച്ചോണ്ട് ഇങ്ങനെ വന്നു. അപ്പൊ ഈ ഒരല് ഈ 2 മരത്തിന്റെ ഇടയിൽ കുറുകെ നിന്നു. അപ്പൊ കണ്ണൻ ഈ മരത്തിന് 2 കൈകൊണ്ട് പിടിച്ചു, എന്നിട്ട് ഒന്ന് തട്ടി. അതോടുകൂടി മരങ്ങൾ വീണു. അതിന്റെ ഉള്ളിൽ നിന്ന് 2 അത്ഭുത പുരുഷന്മാര് പുറത്തേക്ക് വന്നു. അവരെന്തൊക്കെയോ പലതും പറഞ്ഞു. ഞങ്ങൾക്കൊന്നും അറിയാത്ത ഭാഷയിൽ എന്തൊക്കെയോ പാട്ടൊക്കെ പാടി. സംസ്കൃതത്തിലാണ് പറഞ്ഞത്. അത് ഈ ഗോപബാലന്മാർക്ക് അറിയൂ. ഞങ്ങൾക്കറിയാത്ത ഭാഷയിൽ അവരെന്തോ പാട്ടൊക്കെ പാടി. എന്നിട്ട് അവര് കണ്ണിന്നൊക്കെ വെള്ളമൊഴുക്കി അവരിങ്ങനെ തൊഴുതോണ്ട് നിന്നു. കൃഷ്ണൻ അവരെ അനുവദിച്ചു. അപ്പൊ അവര് പറന്നുപോയി. ബാലഭാഷിതമപ്യുതാ നേ തദുക്തം ജഗൃഹു ദഘടേതേതി സത്തസ്യ തത് ബാലസ്യോൽപാടനം തർവോഹോ കേചിൽ സന്ദിഗ്ധചേതസഃ. പിന്നെ ഈ 3 വയസ്സ് തികയാത്ത പയ്യൻ ഒരു ഓരലോണ്ടങ്ങ് പിടിച്ചു വെച്ചിട്ട് തൊട്ടാൽ ഈ മരമൊക്കെ മറിഞ്ഞു വീഴുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ആള് വന്നിട്ട് പറന്നുപോയി. അവരതൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ ഈ ഗോപന്മാരെല്ലാവരും കൂടി, പ്രായാധിക്യമുള്ള ഗോപന്മാരെല്ലാവരും കൂടി ഒരു സഭ ചേർന്നു. സ്ഥലദോഷ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മാറി താമസിക്കണം. ഇതപ്രതീച്യം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി. ഇവിടുന്ന് പടിഞ്ഞാറ് വൃന്ദാവനം എന്ന് പേരായിട്ടൊരു സ്ഥലമുണ്ട്. എല്ലാവരും തീരുമാനിച്ചു പോകാൻ. അപ്പൊ ഇവര് സ്ഥിരം ഒരു താമസം എന്നുള്ള ആൾക്കാരല്ല. അവർക്ക് സ്ഥിരമായിട്ട് വീടുമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അവരിങ്ങനെ എവിടെ ചെല്ലുന്നതെങ്കിൽ അവരുടെ ധനം എന്ന് പറഞ്ഞാൽ പശുക്കളാണ്. ആ പശുക്കൾക്ക് പുല്ല് കിട്ടണം, വെള്ളം കിട്ടണം. ഇത് 2ഉം കിട്ടിയാൽ അവർക്ക് പാല് ധാരാളം കിട്ടും. പാല് കിട്ടിയാൽ അത് വാങ്ങാനുള്ള ജനങ്ങളും അടുത്തുണ്ടാവണം. അത് കൊണ്ടുപോയി വിറ്റിട്ട് അങ്ങനെയാണ് ഇവരുടെ ജീവിതം. അപ്പോഴാണ് ഇവിടുന്ന് പടിഞ്ഞാറ് വൃന്ദാവനം എന്ന് പേരായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടെന്ന് പറയുന്നു. എല്ലാവരും പോകാൻ തീരുമാനിക്കുന്നു. ആ സമയത്താണ് ഒരു ലീല. ഫലവിക്രയണീതസ്യ, ഒരു വയസ്സായിട്ടൊരമ്മൂമ്മ. ആ അമ്മൂമ്മ തലയിൽ വലിയൊരു കൊട്ടയുണ്ട്. ആ കൊട്ടയിൽ നിറയെ പഴങ്ങളും ഉണ്ട്. ഈ പഴത്തിന് ഫലം എന്നാണല്ലോ സംസ്കൃതത്തിൽ പറയുക. ഫലം വേണോ ഫലം വേണോ എന്നും ചോദിച്ചുകൊണ്ടൊരമ്മ. ഇവിടെ ആണെങ്കിൽ വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള ഏർപ്പാട് തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് ഈ അമ്മൂമ്മ ഫലം വേണോ ഫലം വേണോ എന്ന് ചോദിക്കുന്നത്. കണ്ണൻ ദൂരത്ത് നിന്ന് കേട്ടു. എന്നിട്ട് കൈ കൊട്ടി, അമ്മൂമ്മേ അമ്മൂമ്മേ എനിക്കും വേണം ഫലം. അമ്മൂമ്മ വേഗം ഈ കൊട്ടയെ പിടിച്ച് വടിയും കുത്തി കൂന്നി കൂന്നി നടന്നു വന്നു. കുട്ടികളെ നിങ്ങളും കൂടി ഒന്ന് സഹായിച്ചാൽ ഇത് താഴത്തേക്ക് ഇറക്കാം. അപ്പോഴേക്ക് ഗോപബാലന്മാരൊക്കെ കൂടി. എല്ലാവരും 5-6 ഗോപബാലന്മാരും ഈ അമ്മൂമ്മയും കൂടിയിട്ട് കൊട്ട താഴത്ത് ഇറക്കി. അതില് എത്ര പഴങ്ങളാ! ഞാവൽപ്പഴമുണ്ട്, മുന്തിരിയുണ്ട്,
അതുപോലെ നാരങ്ങ, മധുര നാരങ്ങയുണ്ട്, പല പല പഴങ്ങളുണ്ട്, വാഴപ്പഴങ്ങളുണ്ട്, കദളിപ്പഴമുണ്ട്, പൂവൻ പഴമുണ്ട്, ധാരാളം പഴങ്ങളുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ വലിയ ഇഷ്ടം. അന്നത്തെ കുട്ടികൾക്ക് ഇന്നത്തെ കുട്ടികളെ പോലെ ബേക്കറി സാധനം അല്ലല്ലോ ഇഷ്ടം. ഇന്നത്തെ കുട്ടികൾക്ക് പഴം കൊടുത്താൽ വേണ്ട, ഒക്കെ ബേക്കറി സാധനം മതി. അതുകൊണ്ട് എന്താവും എന്ന് ചോദിച്ചാൽ 10-15 വയസ്സാകുമ്പോഴേക്കും ഒക്കെയും ഡയബറ്റിക്സ് വരും. ഒരു 25-30 വയസ്സാകുമ്പോഴേക്കും ക്യാൻസർ വരും. അഭക്ഷ്യഭക്ഷണത്തിന്റെ ഫലം. എന്നിട്ടോ മരുന്ന് ഇങ്ങനെ ധാരാളം കഴിക്കുക. ഭക്ഷണം തന്നെയാണ് മരുന്ന്. ഭക്ഷണം വിഷമാവുമ്പോ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരും. ഇന്നിപ്പോ അതല്ലേ സംഭവിക്കുന്നത്. ഭക്ഷണം മരുന്നാണ്. ഭക്ഷണം വിഷമാവുമ്പോൾ പിന്നെ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും. മരുന്ന് പോലെ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോ അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. എത്ര ഗുളികകളാ, എത്ര സിറപ്പുകളാ കുട്ടിക്കാലം മുതൽക്കേ തുടങ്ങി. ഈ അഭക്ഷ്യഭക്ഷണത്തിന്റെ കുഴപ്പമല്ലേ. കണ്ടതും ഇവര് പഴങ്ങളൊക്കെ വാരിയെടുത്തു തിന്നു. അപ്പൊ കണ്ണൻ പറഞ്ഞു, എന്നാ അമ്മൂമ്മ പഴം ഞങ്ങളെടുത്തു തന്നെ അമ്മൂമ്മ പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ അമ്മൂമ്മയ്ക്ക് ഒന്നുമില്ലേ? അമ്മൂമ്മയ്ക്കുണ്ടല്ലോ, അമ്മൂമ്മ പഴം ഞങ്ങൾക്ക് തന്നില്ലേ, ഇനി അമ്മൂമ്മയ്ക്ക് പോയിക്കൂടെ? അയ്യോ, അമ്മൂമ്മയ്ക്ക് പഴത്തിന്റെ വില തന്നില്ലല്ലോ. പഴത്തിന് അമ്മൂമ്മയെ വില. എൻ്റെ അമ്മ എനിക്ക് എത്ര പഴം തരാറുണ്ട്, എന്നിട്ട് എന്നോട് വില ചോദിക്കാറില്ലല്ലോ. എൻ്റെ അമ്മ എന്നെ കുളിപ്പിക്കാറുണ്ട്, എന്നെ തോർത്താറുണ്ട്, കിടത്തിയുറക്കാറുണ്ട്, എനിക്ക് അമ്മിഞ്ഞ തരാറുണ്ട്, എനിക്ക് എന്തൊക്കെ തരാറുണ്ട്. എന്നിട്ട് എൻ്റെ അയ്യോ സമയമായോ, അടുത്ത കഥ സമയമായതുകൊണ്ട് നിർത്താണ്. ഭഗവാന്റെ കഥ ഇങ്ങനെ പറഞ്ഞാലും മതിയാവില്ല. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.